നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സുവിശേഷ യോഗത്തിന്റെ ഇന്ന് രാത്രിയിലെ അധ്യക്ഷൻ, ഈ യോഗം ഇങ്ങനെ ക്രമീകരിച്ച ചുമതലപ്പെട്ടവർ, വിശേഷിച്ച് പ്രിയ ജോജി പാസ്റ്റർ സൈമച്ചന്, അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ആദരണീയരായ കർത്തദാസിദാസന്മാർ, ഈ സ്ഥലം ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് ഒരുക്കി തന്ന പ്രിയപ്പെട്ടവര്, ഈ ദേശത്തുള്ള ബഹുമാന്യരായ നല്ലവരായ ദേശനിവാസികൾ, ഗായക സംഘം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, ഇതിൻ്റെ മുമ്പിൽ വളരെ അധ്വാനിച്ച് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർ, ഈ ദേശത്ത് പാർക്കുന്ന ദൈവമക്കൾ, കർത്തദാസന്മാർ, വളരെ ദൂരെ നമുക്ക് ഇന്ന് രാത്രി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. വളരെ പരിചിതമായ തിരുവെടുത്താണ് വായിച്ചത്. ഓർപ്പിച്ചല്ലോ, ഒത്തിരി ശബ്ദമെടുത്തും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചുമയുടെ പ്രയാസമുണ്ട്, കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഇന്ന് രാത്രി വളരെ ശാന്തമായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനാധാരമായിട്ട് വളരെ പരിചയമുള്ളൊരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഈ പ്രാവശ്യത്തെ ഇവിടെ നടക്കുന്ന യോഗത്തിൻ്റെ ഒടുവിലത്തെ രാത്രിയാണല്ലോ, അതുകൊണ്ട് ആ നിലയിലാണ് വചനവും വായിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രി ആയതുകൊണ്ട് വാക്യവും അങ്ങനെ വായിച്ചു. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 രാത്രി ശക്തിപ്പെട്ടില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ പ്രാവശ്യം ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇവിടെ നടത്തപ്പെടുന്ന ഈ യോഗങ്ങളുടെ ഒടുവിലത്തെ രാത്രിയാണ്. വാക്യവും അങ്ങനെ തന്നെ ഓർപ്പിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിപ്പെടുവോ എന്ന് തോന്നുന്നില്ല, എന്നാലും ദൈവകൃപയിൽ ശരണപ്പെട്ട് നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. എഫീസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവേ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം, കർത്താവേ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം. കർത്താവേ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം. കർത്താവേ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം. കർത്താവേ നോക്കി കാണുക
കാത്തിരുന്നെന്റെ മനം കാന്താ നിൻ വരവിനായി 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 കാത്തിരുന്നെന്റെ മനം വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നൻ മാനുവേലേ വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നൻ മാനുവേലേ കാന്ത താമസം എന്താകോ വന്നിടാനേശോ കാന്ത താമസം എന്താകോ ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഈ സ്ഥലത്ത് കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ഇങ്ങനെ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് വീണ്ടും നന്ദി ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്ത് പല സന്ദർഭങ്ങളിൽ വന്ന് ദൈവവചനം സംസാരിപ്പാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. വിശേഷിച്ച് ഇവിടെ ചർച്ച് ഓഫ് ഗോഡിന്റെ സഭയിൽ അനേക പ്രാവശ്യങ്ങൾ വന്ന് ശുശ്രൂഷിപ്പാൻ ഇടയായി. തങ്കച്ചായൻ്റെ ഭവനത്തിലും വന്ന് ദൈവവചനം സംസാരിപ്പാനും ശുശ്രൂഷിപ്പാനും സൽക്കാരങ്ങൾ കൈക്കൊള്ളുവാനൊക്കെ തങ്കച്ചാൻ വന്നില്ല. ഇവിടെ പിന്നെ അത് ആദ്യം അങ്ങ് പൊക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടുപേര് തുണ്ടുതറയോ? അപ്പോൾ ആ ഭവനത്തിൽ പഴയ വീട്ടിലും വന്നിട്ടുണ്ട്, പുതിയ വീട്ടിലും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകള് കുടുംബമായിട്ട് ഷിക്കാഗോയിലായിരിക്കുന്നു. അവിടെ ചെന്നപ്പോൾ ആ ഭവനത്തിൽ പോകുവാനും പ്രാർത്ഥിപ്പാനും സൽക്കാരങ്ങൾ സ്വീകരിപ്പാനൊക്കെ ഇടയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പള്ളിച്ചാനത്തെ കുരുളേച്ചൻ്റെ പെങ്ങളെ ഇവിടെ മേരിമാമ, വീട്ടുപേര് കോട്ടയ്ക്കകത്തോ, വന്നില്ലെന്ന് വന്നു. ഇവിടെ ഇല്ല, ഉണ്ട് വന്നേനും. അപ്പോൾ ആ ഭവനത്തിലും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കാനഡയിലുള്ളതായ ആനി സഹോദരി, ആ മാതാവ്, ആ ഭവനം അവരെല്ലാം അറിയാം. അങ്ങനെ അനേക ഭവനങ്ങളിൽ വന്ന് ശുശ്രൂഷിപ്പാനും കർത്താവിനെ സാക്ഷിപ്പാനൊക്കെ ദൈവം സാവകാശം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങേ സൈഡിലെ മേക്കാട്ടെ വേജാൻ്റെ അവിടെ പാസ്റ്റർ എം. വി. വർഗീസ് അവർകൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പല പ്രാവശ്യം വന്ന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്തും വന്ന് വേജാനുമായിട്ട് ഏറെ സമയങ്ങൾ ചെലവഴിച്ച് പഴയ പാട്ടുകളുമൊക്കെ ഞങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. ഉള്ളൂരിക്കലെ വീട്, അങ്ങനെ പല ഭവനങ്ങൾ. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദേശത്ത് കർത്താവിനെ സാക്ഷിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഇങ്ങനൊരു അവസരം ദൈവത്താൽ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്. ഞാനിന്ന് വരുന്നില്ലെന്ന് ആദ്യം ചിന്തിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ചുമ ആവിയൊക്കെ പിടിച്ചൊരു പരുവത്തിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു.
വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. കഴിഞ്ഞ 2 രാത്രിയില് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ വിലയേറിയ ദാസന്മാർ ദൈവവചനം സംസാരിച്ചു. അത് ദേശത്തിനും വന്നവർക്കും ഒരുപോലെ അനുഗ്രഹമായി. ഈ ഒടുവിലത്തെ രാത്രിയിലും അല്പസമയങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിന് ദൈവം കൃപ നൽകുമാറാകട്ടെ. ഇവിടെ ഈ പന്തലിരിക്കുന്ന സിംഹഭാഗം ആൾക്കാരും ദൈവമക്കളാണ്, രക്ഷിക്കപ്പെട്ടവരാ, അതറിയാം. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ ചിന്തിക്കാം. അടിസ്ഥാനമായിട്ട് വായിച്ചത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യമാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ സാധാരണ മലയാളത്തിൽ വേദപഠിതാക്കൾ പറയാറുണ്ട്, ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ്യ ലേഖനം. ആ ലേഖനങ്ങളുടെ റാണിയാകുന്ന എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം മനപ്പാഠമാണ് നമുക്കെല്ലാം. ആ വാക്യം ഇന്ന് രാത്രി ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചു. എന്തിനാ ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്? വേദപുസ്തകത്തിലെ 66 പുസ്തകം, അതിലെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ 21 ലേഖനങ്ങൾ. ആ ലേഖനത്തിൽ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഈ ലേഖനങ്ങൾ എന്തിനാ എഴുതിയിരിക്കുന്നത്, എന്തിനാ തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ട് കൃപയിൽ വന്ന ദൈവമക്കൾ, വിശേഷിച്ച് ദൈവസഭ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അവിടുത്തെ വരവിൽ കൈവിടപ്പെടാതെ ചേർത്ത് കൊള്ളേണ്ടതിന് ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള വല്ലാത്ത ലോകത്തിൽ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വഞ്ചകന്മാരും മായാവികളുമുള്ള ഈ ലോകം, ഇസങ്ങളുള്ള ഈ ലോകം, നാസിസം, ഫാസിസം, എത്തിസം, പാന്തീസം, കമ്മ്യൂണിസം, ലീഗലിസം, മോഡേണിസം, ഇങ്ങനെയൊക്കെ ഇസങ്ങളുള്ള ഈ ലോകം, ദുഷ്ടതയും ചതിവും അക്രമവും അനീതിയും വഞ്ചനയും വിദ്വേഷവും പകയും വൈരാഗ്യവും, ഇങ്ങനെയുള്ള ഈ വല്ലാത്ത ലോകം, മനുഷ്യനെ അറിയാൻ മേലാതായി ജീവിക്കുന്നത്. അമ്മ ഏതാ, അപ്പൻ ഏതാ, ഭാര്യ ഏതാ, ഭർത്താവ് ഏതാ, പിള്ളേരേതാ, നാടൻ ഭാഷ പറഞ്ഞ മിക്കതിനും വെളിവില്ല, ഇല്ലേ? ഈ അടുത്ത കാലത്ത് എനിക്ക് ഇതൊന്നും ഫോണിൽ എടുക്കാൻ അറിയാൻ മേല, ആരെങ്കിലും ഒക്കെ എടുത്ത് കാണിക്കുമ്പോൾ ആ ചില കാര്യങ്ങൾ എല്ലാം ഒന്നും ഞാൻ കാണാറുമില്ല. തന്നെ എനിക്ക് നേരവും ഇല്ല. പിന്നെ എതിർച്ചയ ആരെങ്കിലും കാണിക്കുമ്പോഴാ ചിലത് കാണുന്ന. കൊല്ലത്തുള്ളൊരു സഹോദരി അമ്മയെ പിടിച്ചൊരു തേള, നിങ്ങൾ കണ്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ അത്ര ആയത്തിൽ തെള്ളിയില്ലെന്നാ തോന്നുന്നത്. അവളെ കണ്ടമാനം ആയത്തിൽ തള്ളി, തള്ള മൂക്കടിച്ച് വീണ്. അമ്മയോടുള്ള ബഹുമാനം. അടുത്ത കാലത്ത് വേറൊരു വാർത്ത വന്നല്ലോ, ഒറ്റിടിക്ക് ഭർത്താവിന്റെ മൂക്കാമ്പെട്ട നോക്കിയിടിച്ച് അവൻ ചത്തുപോയി. എന്നിട്ട് പൂനെയിലായിരുന്നു തോന്നുന്നു, വായിച്ചില്ലേ? ഇടി കൊണ്ടച്ചിരിക്കുകയായിരിക്കും. നിങ്ങളങ്ങ് പറ, ഒറ്റ ഇടി മൂക്കാമ്പെട്ട നോക്കി അവൻ ചത്തു. ഒരിടിക്കേ ഉള്ളായിരുന്നു, പാവം. ഇടിക്കാനുള്ള കാരണം എഴുതിയിട്ടുണ്ട്, അവളെ ദുബൈക്ക് കൊണ്ടുപോയില്ലെന്ന്. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വിളിക്കുമ്പോൾ തന്നെ പൊക്കോണം. മനുഷ്യനെ എല്ലാം ഇങ്ങനെ വല്ലാത്തൊരു ലോകമാണ്. അക്രമവും അനീതിയും വർദ്ധിച്ചു വരിക. ഒരു വല്ലാത്ത ലോകത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇവരൊക്കെ പരസ്യോഗം നടത്തുന്നവരാ. അപ്പം പഴയ പാട്ടുകളൊക്കെ ഉണ്ട്. ആര് തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ, ആരു തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ, പാപമങ്ങനെ ചെയ്തവർ പരമാധിയോടു നശിച്ചിടും.
പരമാവധിയോടു നടിച്ചിടും. ദൈവക്രോധത്തീയിൽ നീയും വെന്തരിഞ്ഞു ജാഗരുതേ, നിത്യതീയിൽ വീഴരുതേ. ദൈവക്രോധത്തീയിൽ നീയും വെന്തരിഞ്ഞു നിത്യതീയിൽ വീഴരുതേ. ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. സമരം കൊണ്ടും ബലമില്ല, സമരം കൊണ്ടൊന്നും ബലമില്ല. വണ്ടി തടഞ്ഞത് കൊണ്ടോ, കരികൊടി കാണിച്ചത് കൊണ്ടോ, കറുത്ത ഷർട്ടിട്ട് നടന്നത് കൊണ്ടോ, സ്തോത്രം വണ്ടിക്ക് അള്ളു വെക്കാൻ നോക്കിയത് കൊണ്ടോ, തല്ലി മേടിക്കാന്നല്ലാതെ യാതൊരു പ്രയോജനം. തിരിച്ചും മറിച്ചും അന്യോന്യം എല്ലായിടത്തും. കുഴപ്പമില്ല, മോള് പേടിക്കേണ്ടത് കുഴപ്പമില്ല, അത് അവർ ചെയ്തോളൂ. മോളൊരു കാര്യം ചെയ്യും, പുറകോട്ട് പോയിരുന്നു. നീ കൂടെ പൊക്ക്, പുറകോട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, വല്ലാത്ത കാലവും വല്ലാത്ത ലോകമാ. അപ്പൊ ഇതുകൊണ്ട് പിക്കറ്റിങ്ങോ മറ്റ് സമരമുറകളോ ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. കാരണം ഇത് വർദ്ധിച്ചു വരിക. അതാ പാടുന്നത്. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായും ഗുണമില്ല. സമരം കൊണ്ടും ഫലമില്ല, കൈരോവായും ഗുണമില്ല. ധരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ. ധരണക്കാരും മരണം വരുമ്പോൾ മോങ്ങി മോങ്ങി കരയുമേ. ദൈവക്രോധത്തീയിൽ നീയും വെന്തരിഞ്ഞു ജാഗരുതേ, നിത്യതീയിൽ വീഴരുതേ. ദൈവക്രോധത്തീയിൽ നീയും വെന്തരിഞ്ഞു നിത്യതീയിൽ വീഴരുതേ. ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വല്ലാത്ത ലോകത്തിൽ, ദുഷ്ടലോകത്തിൽ, പാപമുള്ള, അക്രമമുള്ള, അനീതിയുള്ള ഈ ലോകത്തിൽ ഈ ലേഖനങ്ങളൊക്കെ തന്നിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിനാൽ വിടുതൽ പ്രാപിച്ച രക്ഷിക്കപ്പെട്ടവരായ കൂട്ടം, അതാണ് സഭ. ആ സഭ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അവിടുത്തെ വരവിൽ കൈവിടപ്പെടാതെ ചേർത്ത് കൊള്ളപ്പെടുവാനുമാണ് ഈ ലേഖനം എഴുതി തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വീണ്ടും വരും. എല്ലാവർക്കും വലിയ വിശ്വാസമൊന്നുമില്ല. ചിലരുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് പുള്ളി വരുവോ പോകുകയോ ചെയ്യട്ടെ, പുള്ളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, വെറുതെ ഇരിക്കുന്ന നമ്മളെ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? യേശുക്രിസ്തു വീണ്ടും വരും. ഈ വീണ്ടും വരും എന്ന് പറയാൻ കാരണം ഒരിക്കൽ അവിടുന്ന് ഇവിടെ വന്നതാ. അത് കന്യാസൂനുമായി ഭൂമിയിൽ യേശു അവതരിച്ചു. വചനം ജഡമായി തീർന്നു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി. ആ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ പാപമില്ലാത്ത പരിശുദ്ധനായ അവൻ നിർമ്മലനായ നിത്യനായ ക്രിസ്തു അവൻ ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ചു. എന്തിന്? എന്നെയും നിങ്ങളെയും അവൻ രക്ഷിപ്പാൻ. അവിടുത്തെ തിരുമരണത്താൽ അവൻ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിക്രമങ്ങളുടെ പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അവിടുത്തെ രക്തം വിലയേറിയ രക്തമാണ്, പുണ്യാക രക്തമാണ്, പരിശുദ്ധ രക്തമാണ്. ആ രക്തത്താൽ ആമൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം. ആ പാപപരിഹാരം വരുത്തിയതിനു ശേഷം അവിടുന്ന് ആമൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ സ്വർഗത്തിൽ ആയിരിക്കുന്നു. സ്വർഗത്തിൽ എന്തോ കൊടുക്കുന്നെന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനം ചേർത്ത് പഠിച്ചാൽ സ്വർഗത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്യുന്നു. അതാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ അതിന്റെ 19 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ, യേശുക്രിസ്തു ഇപ്പോൾ മഹാപുരോഹിതനായിട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നു. ആ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു അധികം താമസിക്കാതെ തിരിച്ചു വരും തിരുസഭയെ ചേർക്കാൻ. ആ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്. അതിനാണ് നമ്മളെ ക്രമപ്പെടുത്തി ഒരുക്കിയെടുത്ത് ശുദ്ധീകരിച്ച്
ലോകത്തിന്റെ മാലിന്യങ്ങളൊന്നും ഏശാതെ, വാട്ടം, കറ, ചുളുക്കം, മാലിന്യമൊന്നും ഏശാതെ ശുഭ്രയും ശുദ്ധയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന്റെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി യാതൊരു മാലിന്യമില്ലാതെ ഉത്തമ മണവാട്ടിയായി ചേർത്തുകൊള്ളുവാൻ വേണ്ടി യേശു ക്രിസ്തു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അടുത്ത പദം, എല്ലാവരും മാനസാന്തരപ്പെടണം. ഈ ദേശത്തുള്ള സകല ആൾക്കാരും മാനസാന്തരപ്പെടണം. എന്നെ കേൾക്കുന്നവരെല്ലാവരും മാനസാന്തരപ്പെടണം. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമെല്ലാം അനുദിന ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകണം. എല്ലാ വിഷയത്തിലും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ആട്ടെ, അധികം വിവരിക്കുന്നില്ല. അപ്പോൾ അതിനാണ് ഈ ലേഖനം എഴുതിയത്. ഇങ്ങനെയുള്ള 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് ഈ എഫേസ്യ ലേഖനം. അതിൻ്റെ 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവെഴുത്താണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഓർപ്പിച്ചല്ലോ, ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ്യ ലേഖനം. ഓരോ ഈ ലേഖനങ്ങളിൽ എഫേസ്യ ലേഖനം നമുക്കറിയാം 6 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായത്തിലും പ്രത്യേകമായ വിഷയങ്ങൾ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ നമ്മളെ തെരഞ്ഞെടുത്തു. 2-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്ത എന്നെ നിങ്ങളെ കർത്താവ് കൈവിട്ടില്ല. ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ, വചനത്തിന് വെളിച്ചത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. 3-ാം അധ്യായത്തിൽ അപ്രമേയ ധനം, ഒരു മർമ്മം, അത് നമുക്ക് വെളിപ്പെടുത്തി തന്നു. 4-ാം അധ്യായത്തിൽ അങ്ങനെയുള്ള ആ സഭയ്ക്ക് 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ ദൈവം തന്നിരിക്കുന്നു. അതാണ് 4-ാം അധ്യായം. 5-ാം അധ്യായത്തിലെ വിഷയം ആത്മനിറവ് എന്നുള്ള വിഷയമാണ് 5ലെ വിഷയം. 6-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ആത്മീക പോരാട്ടം, ദൈവത്തിന്റെ മഹത്വം. 1-ാം അധ്യായത്തിന്റെ 4 മുതൽ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ കർത്താവിന്റെ ദാസനെ. 1-ാം അധ്യായത്തിന്റെ 4 മുതൽ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്, ശ്രദ്ധിക്കുക, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. അപ്പൊ ശ്രദ്ധിക്കുക, സർവജ്ഞനായ ദൈവം എന്നെയും നിങ്ങളെയും യേശുക്രിസ്തു മുഖാന്തരം തിരഞ്ഞെടുത്തു. ഏതു ദൈവം? സത്യദൈവം. എത്ര ദൈവം? ഒരേ ഒരു ദൈവം. അതാരാ ദൈവം? ഈ സകല അണ്ടകടാകത്തെയും കാണുന്ന ചരാചരങ്ങളെയും ഭൂചര കേചര വസ്തുക്കളെയും മുഴുവൻ സൃഷ്ടിച്ച് നിർമ്മിച്ച ഒരു ദൈവമുണ്ട്, സർവജ്ഞനായ ദൈവം. സ്തോത്രം. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. ഞാൻ എപ്പോഴും പറയും, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് നിത്യനായ ദൈവമാണ്. സ്തോത്രം. നിത്യനായ ദൈവമാണ്. അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്, ഏകദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങളെ അവൻ സൃഷ്ടിച്ച സർവജ്ഞനായ ദൈവം. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ടും ഉളവാക്കി. അവൻ സ്തോത്രം. ആ ദൈവമാണ് ഇന്ന് രാത്രി അവൻ ഈ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നത്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഈ കാണുന്ന സകല 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെ എന്ന വാക്കിൽ സകലത് ഉളവാക്കിയവൻ ആ ദൈവം. അല്ലാതെ ഒരു ഭാഗം മാത്രം കുറച്ച് നിർമ്മിച്ച ദൈവമല്ല. ഈ ഏരിയ പുള്ളി സൃഷ്ടിച്ചു, മറ്റേ ഏരിയ പുള്ളി അങ്ങനൊന്നുമല്ല. കാണുന്ന മുഴുവൻ സൃഷ്ടിച്ചവൻ ദൈവമാണ്. ദൈവത്തിന്റെ മഹത്വം വിവരിക്കുന്നില്ല അധികം. അപ്പോൾ അനാദിയായും ശാശ്വതമായും ദൈവം 50 വർഷമോ 100 വർഷമോ 1000 വർഷമോ 10000 വർഷം പഴക്കമല്ല ദൈവത്തിന്. ദൈവത്തിന്റെ പഴക്കം ആർക്കും നിർണയിക്കാനൊക്കത്തില്ല. അതാ സങ്കീർത്തനക്കാരൻ 90-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യത്തിൽ മോശയുടെ പ്രാർത്ഥന നമുക്കെല്ലാം മനഃപ്പാഠമാ. സാധാരണ മരണവീട്ടുകളിൽ ഈ വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും പതിവ്. 90-ാം സങ്കീർത്തനത്തിന്റെ പ്രഥമ വാക്യം വായിച്ചു. ആമേൻ. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹരോന്റെ നിര്യാണത്തിൽ ഇസ്രായേൽ മക്കൾ വിലപിച്ച് ഭാരപ്പെട്ടപ്പോൾ അഹരോന്റെ അനുജനാകുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ ശ്രേഷ്ഠമേറിയ പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. അതിന്റെ പ്രാരംഭവാക്യം, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. ഒന്നുകൂടെ പറയാ, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്ന ദൈവമല്ല, മുഴുവത്തെ സൃഷ്ടിച്ച സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തെ സൃഷ്ടിച്ച, സകലത്തിന് മുൻപുള്ള ദൈവം. സ്തോത്രം. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി
പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാതവനായി കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. സ്പർശിപ്പാൻ അസാധ്യനായി ദർശിപ്പാൻ പ്രത്യക്ഷനായി സ്പർശിപ്പാൻ അസാധ്യനായി ദർശിപ്പാൻ പ്രത്യക്ഷനായി സർവരൂപികൾക്കാരൂപി ഉർവികൾ തുല്യനില്ലാത്തോൻ സർവരൂപികൾക്കാരൂപി ഉർവികൾ തുല്യനില്ലാത്തോൻ ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ ഏക സത്യ. അപ്പൊ ശ്രദ്ധിക്കുക, ഏക സത്യ നിത്യ ദൈവമായ സർവജ്ഞനായ ദൈവം. അപ്പോൾ ആ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു യേശുക്രിസ്തു മുഖാന്തരം. ദൈവത്തിന്റെ മഹത്വം. മനുഷ്യരെ ആരും ദൈവമായിട്ട് അംഗീകരിക്കരുതേ. മനുഷ്യന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുക, മനുഷ്യനെ ബഹുമാനിക്കുക, മനുഷ്യനെ ആദരിക്കുക, മനുഷ്യനോട് നന്നായിട്ട് പെരുമാറുക. പക്ഷേ സകലത്തെയും നിർമ്മിച്ച ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സകലത്തെയും നിർമ്മിച്ചൊരു ദൈവം. ആട്ടെ, ആ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. അതാണ് 1-ാം അധ്യായത്തിൽ. ഇനി 1:4 മുതൽ ഒന്നുകൂടെ വായിക്കാം. 1-ാം അധ്യായത്തിന് 4 മുതൽ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി. അപ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ നമ്മളെ തിരഞ്ഞെടുത്തു. ഒരു കണ്ണിന് പോലും ദയനാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ അവൻ സർവജ്ഞനായ ദൈവം ക്രിസ്തു മുഖാന്തരം എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. നാം ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്. ചില ആൾക്കാരുടെ ഇരിപ്പ് കണ്ടാൽ അവർ ദൈവത്തെ തെരഞ്ഞെടുത്ത് ഇതിനകത്ത് കയറിയിരിക്കുന്നത് പോലെ. ദൈവം ഗതികേട് കിടക്കുകയായിരുന്നു. അങ്ങനെ ഗതികേട് കിടന്ന ദൈവത്തെ ഞാനാണ് തെരഞ്ഞെടുത്തത്, അതുകൊണ്ടാണ് ഇപ്പം ദൈവം ആയത്. അല്ലല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ. അങ്ങനെയാണല്ലോ പുസ്തകത്തിലെ വാക്യം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിന്? നിങ്ങൾ ഫലം കായ്പാൻ. തീർന്നില്ല, നിങ്ങളുടെ ഫലം നിലനിൽക്കുവാൻ. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ അവൻ എല്ലാവരാലും വെറുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ സർവശക്തനായ ദൈവം കാൽവറിയിലെ സ്നേഹത്താൽ എന്നെയും നിങ്ങളെ തെരഞ്ഞെടുത്തു. ഞാൻ എപ്പോഴും പറയും, ദൈവസ്നേഹത്തിന്റെ വിശേഷത, ഈ ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് കയറിയാൽ, ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യേകത, ദൈവസ്നേഹം സാക്ഷാൽ ശരിയായ ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് കയറിയാൽ കൊടുക്കാൻ തോന്നും. എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ തോന്നും. നമുക്ക് പലർക്കും ദൈവസ്നേഹം അകത്തോട്ട് കയറുമ്പോൾ വല്ലതും എടുക്കാനാ തോന്നുന്നത്. അടുത്തിരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് എന്തേലും എടുക്കുക, അപ്പുറത്തുകാരൻ്റെ എന്തെങ്കിലും എടുക്കാൻ, അല്ലെ സഹോദരങ്ങൾക്ക് എന്തേലും കൊടുക്കാൻ തോന്നുകയല്ല, അവിടെ എന്തേലും അവൻ്റെ 2 സെന്റ് കൂടെ എങ്ങനെയും എടുക്കണമെന്നാ തോന്നുന്നത്. മിക്കവർക്കും അങ്ങനെ. ദൈവസ്നേഹത്തെ പറ്റി പാട്ട് പാടും, പ്രസംഗിക്കും, പാട്ട് എഴുതും, അത് നന്നായിട്ട് പാടും, പ്രസംഗിക്കും, സ്നേഹത്തിന്റെ ഗ്രീക്കും ഹീബ്രു മൂലഭാഷയെല്ലാം തപ്പി നടക്കും. അതൊക്കെ നല്ലതാ, പക്ഷേ കൊടുക്കാൻ തോന്നുകയല്ല. എന്നാൽ വാസ്തവമായ ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ അകത്ത് വന്നാൽ കൊടുക്കാൻ തോന്നും. അതിന് ഏറ്റവും വലിയ തെളിവ്, സർവജ്ഞനായ ദൈവത്തിന് മനുഷ്യരാശിയോട് സ്നേഹം തോന്നി. തന്റെ സൃഷ്ടിയുടെ മണിമകുടമാകുന്ന മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അവൻ കൂട്ടായ്മയിൽ നിന്നും അകന്നു പോയപ്പോൾ അവരെന്നേക്കും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ആ മാനവജനതയെ രക്ഷിക്കുവാൻ, അവരെ വീണ്ടെടുക്കുവാൻ, അവരെ രക്ഷിപ്പാൻ വേണ്ടി ദൈവത്തിന് ആ ജനത്തോട്, മനുഷ്യരാശിയോട് സ്നേഹമുണ്ടായി.
തനിക്ക് തൻ്റെ തിരുഹൃദയത്തിൽ സ്നേഹം വർദ്ധിച്ചപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യവർഗത്തിന് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ഒതുക്കാനല്ല നോക്കിയത്, ഏറ്റവും ശ്രേഷ്ഠമായതിനെ കൊടുക്കണം. നിങ്ങൾക്കെല്ലാം അറിവുള്ള വാക്യമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ വാക്യം. ആമേൻ, സ്വന്തം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ മനുഷ്യവർഗത്തോട് ദൈവത്തിന് സ്നേഹം തോന്നിയപ്പോൾ താൻ സ്നേഹിക്കുന്ന മനുഷ്യവർഗത്തിന് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് കൊടുത്ത് തൃപ്തിപ്പെടുത്താനല്ല ദൈവം ഇഷ്ടപ്പെട്ടത്, ഏറ്റവും നല്ലതിനെ കൊടുക്കണം. അതിനാ തൻ്റെ അരുമസൂനുവിനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആ കാൽവറിയിലെ സ്നേഹം, ആ സ്നേഹത്താൽ എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ മഹത്വം, ദൈവമക്കളാക്കി തീർത്തു. ഇതാണ് 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം എഫേസ്യ ലേഖനത്തിൽ. അങ്ങനെ തെരഞ്ഞെടുത്ത നമുക്ക് അവകാശങ്ങളും അനുഗ്രഹങ്ങളും തന്നു. താഴോട്ട് പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 14 വരെയുള്ള തിരുവെടുത്ത് പഠിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, മുൻനിയമനം, അച്ചാരം, നൽവരോ, അവകാശം, അനുഗ്രഹം, മുദ്ര, ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. ആട്ടെ, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത എന്നെയും നിങ്ങളെയും കൈവിട്ടില്ല, അവിടുന്ന് സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. അതാണ് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. വായിച്ചാട്ടെ, 2-ാം അധ്യായത്തിന്റെ 7. ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ എന്നെയും നിങ്ങളെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാൻ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് സ്വർഗത്തിലാ. നോട്ടോ ഇരിപ്പൊക്കെ കണ്ട സ്വർഗത്തിലാന്ന് തോന്നുകയും ചെയ്യും. സ്തോത്രം. ചിലര് കൈപ്പൊള്ള കഷായം കുടിച്ചതുപോലെ യോഗത്തിനിരിക്കുന്നത്. കൈപ്പൊള്ള കഷായം കുടിച്ചാൽ മുഖത്തൊരു ഷേപ്പ് കേട് കാണും. അങ്ങനൊന്നും ഇരുന്നാൽ സ്വർഗത്തിലാന്ന് തോന്നുകയില്ല. അപ്പൊ സ്വർഗത്തിൽ ഇരുത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വശം നമ്മുടെ ഹൃദയത്തിൽ സ്വർഗസന്തോഷം നൽകി. ഒരു കാലത്ത് അവൻ മരണഭീതികളും ചിത്തഭ്രമങ്ങളും ആകുലചിന്തകളും നിരാശകളും ഒക്കെ പേറി ഞാനും നിങ്ങളും നെട്ടോട്ടം ഓടിയവരാ. എവിടെ ചെന്നാൽ രക്ഷപ്പെടും, ആരെ കണ്ടാൽ ഊരെ പിടിക്കാന്ന് പണ്ട് പഴമക്കാർ പറയുന്നത് പോലെ എന്ത് ചെയ്താൽ നമുക്ക് മോക്ഷം പ്രാപിക്കാം, എന്ത് ചെയ്താൽ രക്ഷ നേടാം, എവിടെ ചെന്നാൽ വിടുതൽ കിട്ടും, എന്തൊക്കെ കൊടുത്താൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് ഓർത്ത് ഓരോരുത്തർ പറയുന്നതനുസരിച്ച് നമ്മൾ രക്ഷപ്പെടാൻ എന്തെല്ലാം കാര്യം ചെയ്തു. അതെല്ലാം ഇപ്പം വിവരിക്കാൻ തുനിയുന്നില്ല. ദൈവത്തിന് മഹത്വം. ചില ലിസ്റ്റ് തന്നു, ഇതെല്ലാം കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടും, കൊണ്ട് കൊടുത്തു. ചിലർ പറഞ്ഞ് ഇന്ന വിധത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതും ചെയ്തു. ആറ്റി ചാടുന്നു, കുളത്ത് ചാടുന്നു, കുടിക്കാത്തി ചാടുന്നു, എന്തെല്ലാം കാര്യങ്ങളാ. സ്തോത്രം. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഗുണവും വന്നില്ലെന്ന്. ഇതെല്ലാം ചെയ്തിട്ടും ഒരു ഗുണവും വന്നില്ല. പ്രവാചകൻ വേറൊരു ഭാഗത്ത് പറയുന്നു, സകല മുഖവും വിളറിയിരിക്കുന്നു. ഈ ചെയ്തെല്ലാം ചെയ്തിട്ട് ഗുണവും വന്നില്ല, സകല മുഖവും വിളറിയിരിക്കുക. അപ്പോൾ ഈ നീതിപ്രവർത്തികൾ ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ഈ സന്തോഷം എങ്ങനെ കൈവന്നു? യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നപ്പോൾ. സ്തോത്രം. സന്തോഷം ലഭിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ആമേൻ പലരും ചെയ്തു. മദ്യത്തിന്റെ പുറകെ പോയി, ആമൻ ലഹരി പദാർത്ഥങ്ങളുടെ പുറകെ പോയി, തീർത്ഥയാത്രകൾ ചെല്ലി നടത്തി, ആമൻ മറ്റ് നാട് കാണാൻ പോയി, എന്തെല്ലാം കാര്യങ്ങൾ വിവരിക്കുന്നില്ല, പല കാര്യങ്ങൾ ചെയ്തു. യാതൊരു സന്തോഷവും നമുക്ക് ആമൻ ലഭിച്ചില്ല. സർവത്ര ഭീതി. അങ്ങനെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, സർവത്ര ഭീതി. യെശയ്യാ പറഞ്ഞിരിക്കുന്നത്, അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ലെന്നാ. പഴുപ്പും വ്രണവും ചതവും അത് ഞെക്കി കഴുകിയിട്ടുമില്ല, വെച്ച് കെട്ടിയിട്ടുമില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. അവൻ സർവത്ര ഭീതി, ഭീതി തന്നെ ഭീതി, യാതൊരു സ്വസ്ഥതയില്ല. എന്നാൽ അങ്ങനെ സ്വസ്ഥതയില്ലാതെ ആത്മഹത്യക്ക് ഒരുങ്ങിയവരുണ്ട്, നാട് വിടാൻ ഒരുങ്ങിയവരുണ്ട്, അവൻ റെയിൽവേ പാളത്തിൽ തലവെക്കാൻ ഇരുന്നവരുണ്ട്, അവൻ വിഷം കഴിച്ച് മരിക്കുവാൻ ഒരുങ്ങിയവരുണ്ട്. യാതൊരു ഗതിയില്ലാതെ, ഗത്യന്തരമില്ലാതെ, സ്വസ്ഥതയില്ലാതെ എങ്ങനെ അവൻ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടപ്പോൾ കാൽവരിയിലെ സ്നേഹം അവൻ തേടി വന്ന് അവൻ യേശുവിനെ അവൻ രക്ഷിതാവായി സ്വീകരിച്ച് ഉള്ളത്തിലേക്ക് യേശുവിനെ ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടായി.
ഈ സന്തോഷം വർണ്ണിക്കാനൊന്നും ഒക്കത്തിൽ അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ സന്തോഷത്തിന്റെ ഒരു പ്രത്യേകത സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടിയിരിക്കുന്നത്: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുക. ഈ നമ്മുടെ മോളെ, നീ എവിടെ പോവാ? ഇനിയും തിരിച്ചു വരുമോ? നീ കൂടെ ഇങ്ങനെ പോകരുത്. അവനെ അങ്ങ് ആക്കിയേച്ച് നീ ഇഞ്ഞു വരണം. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മുടെ ഹൃദയത്തിൽ ആമേൻ സന്തോഷം തന്നു. യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നു. യേശു ഉള്ളത്തിൽ വന്നപ്പോൾ ആനന്ദമുണ്ടായി. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ സന്തോഷമുണ്ട്. യേശു ഉള്ളത്തിൽ വന്നവർക്കെല്ലാം സന്തോഷമാണ്. നമ്മുടെ കൂട്ടായ്മയുടെ വിശേഷത അതല്ലേ? ഈ കൂട്ടായ്മ വന്നു കഴിയുമ്പോൾ സന്തോഷം ഉണ്ടാകുക. ചിലർ ഓർക്കുന്ന ഇഷ്ടം പോലെ ഇതുങ്ങൾക്കെല്ലാം കാശ് തരുന്നെന്നാ ഉള്ള ഓരോന്നിനും ഉപയോഗിക്കണം. അയൽക്കൂട്ടത്തിൽ പോലും പോകാൻ മേല. പെണ്ണുങ്ങൾ എടുത്തിട്ട് അതിന് ലോൺ എടുത്താൽ പമ്മി വന്നിരിക്കുന്നത്. ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം, നോട്ടമൊക്കെ കാണുമ്പോൾ അറിയാം. സ്തോത്രം. പക്ഷെ അങ്ങനെയൊക്കെ ലോണില്ലേ അമ്മ? സത്യം പറ. അമ്മമ്മയ്ക്കില്ലേ ലോണ്? ഈ കണ്ണാടി വെച്ചേ അടച്ചു തീർത്തോ? തീർത്തോ. പാവം. എല്ലാവർക്കും ഉണ്ടെന്ന് പ്രശ്നം. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഇതിനകത്ത് വന്ന് തമ്പേറടിയൊക്കെ അങ്ങോട്ട് തുടങ്ങി പാട്ടിന്റെ 2 ശീലൊക്കെ പാടുമ്പോൾ അതെല്ലാം അങ്ങ് മറക്കുക. സ്തോത്രം. മറന്ന കാരണം ഉള്ളത്തിൽ യേശു ഉണ്ട്. സ്തോത്രം. കന്നുകാലികളിൽ ഗോശാലകളിൽ കന്നുകാലി ചിലപ്പോൾ ഉണ്ടായിന്ന് വരികയില്ല. അത്തിവൃക്ഷം തളർത്തെന്നോ പൂത്തെന്നോ മുന്തിരിയിൽ ഫലമുണ്ടെന്നൊന്നും വരികയില്ല. പക്ഷേ യഹോവയിൽ ആനന്ദിക്കും. നമ്മുടെ ഹൃദയത്തിൽ വലിയ സന്തോഷം തന്നിരിക്കുക. മരണഭീതികളും ചിത്തഭ്രമങ്ങളും ആകുല ചിന്തകളും പേര് നടന്ന എന്നെയും നിങ്ങളെയും കാൽവറിയിലെ സ്നേഹത്താൽ തെരഞ്ഞെടുത്ത് ഹൃദയത്തിന്റെ മനോഭീതിയും ചിത്തഭ്രമങ്ങൾ മാറ്റി യേശു ഉള്ളത്തിൽ വന്നപ്പോൾ ആനന്ദം കൊണ്ട് നിറച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. അതാ 2-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ ഇരുത്തി. 3-ാം അധ്യായത്തിൽ ഒരു മർമ്മം വെളിവായി വന്നു എന്ന് പറഞ്ഞാൽ ജാതികളും കൂടെ ഈ അവകാശത്തിലോട്ട് വന്നു. യഹൂദന്റെ ചിന്ത, ഞങ്ങൾ മാത്രമാണ് ദൈവത്തെ ആരാധിക്കുന്നത്, ഞങ്ങളെ മാത്രം ആ ദൈവം അംഗീകരിച്ചെന്ന ആ കെട്ടങ്ങ് പൊട്ടിച്ചു. ജാതികളും കൂടെ ഈ മാർഗത്തിൽ വന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും ഈ മാർഗത്തിൽ വരുവാനിടയായത്. ഇത് അവരുടെ നാന്നും പറഞ്ഞിരുന്നതാ. പക്ഷെ അത് മാറ്റി വെച്ച് ദൈവം നമ്മയും കൂടി ഇതിനകത്ത് ചേർത്തു കൃപയാല്. അതാണ് 3-ാം അധ്യായത്തിലെ ആ മർമ്മം. ആട്ടെ, 4-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ 4-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിക്കാം. അറിവുള്ള വാക്യമായെങ്കിലും വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടകന്മാരുമായിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പൊ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നു. 1 അപ്പോസ്തലൻ, 2 പ്രവാചകൻ, 3 സുവിശേഷകൻ, 4 ഇടയൻ, 5 ഉപദേഷ്ടാവ്. ഈ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ ദൈവം ദൈവസഭയ്ക്ക് തന്നു. ഇതിനപ്പുറം ഒരു പോസ്റ്റിംഗ് ഇല്ല. പിന്നെ അല്ലാത്ത പോസ്റ്റിംഗ് അല്ല, നമ്മൾ ഒപ്പിച്ചത്. അപ്പച്ചൻ രക്ഷാധികാരി. ഇത് ദൈവം അറിഞ്ഞ കേസല്ല. പിന്നെ മൂപ്പില ഉടക്കുണ്ടാക്കാതിരിക്കാനും പിണങ്ങി പോകാതിരിക്കാൻ നമ്മൾ ഒപ്പിച്ചതാ അപ്പച്ചനെ രക്ഷാധികാരി. സ്തോത്രം. ഒടുവിൽ അപ്പച്ചനെ ഒരു ആശീർവാദമൊക്കെ പറയും. മതി. അപ്പച്ചന് അതാ സന്തോഷം. രക്ഷാധികാരി ദൈവമാ. അവിടുന്ന് ആ സർവത്തിൻ്റെയും അധികാരി. പിന്നെ ഉടക്കുണ്ടാക്കാതിരിക്കാൻ ആക്കി വെച്ചിരിക്കുന്നതാ. വേറെ ഒത്തിരി ഉണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവം നിയമിച്ചത് 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ: അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഓടിച്ചെന്ന് പറഞ്ഞേക്കാം. ആരാണ് ഈ അപ്പോസ്തലൻ? അയക്കപ്പെട്ടവൻ. ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ച് 12 പേരെ തെരഞ്ഞെടുത്തു. എന്തിന്? തന്നോട് കൂടെ ഇരിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗിയുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തുവാൻ, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ. യേശു അപ്പോസ്തലന്മാരെ അതാ അപ്പോസ്തലിക ശുശ്രൂഷ. അപ്പോസ്തലിക ശുശ്രൂഷ എങ്ങനെ? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വെളിപ്പെടുന്നു. അപ്പോസ്തലന്റെ ലക്ഷണം ഉപദേശപരമായ വിഷയത്തിൽ അറിവുള്ള ആളായിരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ പക്ഷം പിടിക്കാതെ ഏകപക്ഷീയമായി നിഷ്പക്ഷമായിട്ട് നിന്ന് കാര്യങ്ങൾ പരിഹരിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കണം. അതാ അപ്പോസ്തലിക ശുശ്രൂഷ. നോട്ടീസിൽ അപ്പോസ്തലൻ ഇന്നയാളെന്ന് വെച്ചാൽ അതൊന്നും അപ്പോസ്തലനാകുകയില്ല. കാശും ചുറ്റുപാടും ഉണ്ടെങ്കിൽ നോട്ടീസ് ഇഷ്ടം പോലെ അടിക്കാം, വാൾ പോസ്റ്റും വെക്കാം, മൾട്ടി കളറിൽ അടിച്ച് എല്ലാവർക്കും കൊടുക്കാം. അതൊന്നും അപ്പോസ്തലനാകുകയില്ല. അപ്പോസ്തലിക ശുശ്രൂഷ എന്നാന്ന് വേദപുസ്തകത്തിലുണ്ട്. എല്ലാം ഇപ്പോൾ എടുപ്പിക്കാൻ നേരമില്ല. ഉപദേശപരമായ വിഷയത്തിൽ അറിവുള്ള ആളായിരിക്കണം അപ്പോസ്തലൻ. ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. അപ്പോസ്തലൻ നിഷ്പക്ഷമായിരിക്കണം.
ആദിമസഭയിൽ പ്രശ്നം വന്നപ്പോൾ ആ വിഷയം അപ്പോസ്തലൻ പരിഹരിച്ചു കൊടുത്തു. അതാ അപ്പോസ്തലിക ശുശ്രൂഷ. അതെ, അപ്പൊ ഒന്ന് അപ്പോസ്തലൻ, രണ്ട് പ്രവാചകൻ. ആരാ പ്രവാചകൻ? ദൈവത്തിന് ജനത്തിന് നടുവ് നിൽക്കുന്നവനാ. ദൈവത്തിൽ നിന്ന് ദൂത് വാങ്ങി ജനത്തിന് കൊടുക്കുന്നവനാ പ്രവാചകൻ. പ്രവാചകൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാ. ഇരമ്യാവിനോട് ചോദിച്ചു, ഇരമ്യാവ് നീ എന്ത് കാണുന്നു? ഞാൻ ബദാം വൃക്ഷം കാണുന്നു. എലീശ പറഞ്ഞു, ആ കുലപാതക പുത്രൻ എന്നെ കൊല്ലുവാൻ ആളനെ വിട്ടു, അവന്റെ യജമാനന്റെ കാലൊച്ച ഞാൻ കേൾക്കുന്നു. അപ്പൊ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാ പ്രവാചകൻ. പിന്നെ സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ് വിസ്തരിക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ 4-ാം അധ്യായത്തിൽ 5 തരത്തിലെ ശുശ്രൂഷക വൃന്ദങ്ങളെ ദൈവം സഭയ്ക്ക് തന്നിരിക്കുന്നു. ഇനി 5-ാം അധ്യായത്തിൽ ആത്മനിറവ്, 5-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിച്ചു. 5-15 മുതൽ ആത്മനിറവാണ് അവിടുത്തെ വിഷയം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവീൻ. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടമെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. അടുത്തത്, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുകയും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അപ്പോൾ 5-ാം അധ്യായത്തിലെ വിഷയം ആത്മനിറവ് എന്നുള്ള വിഷയമാണ്. എല്ലാം വിവരിക്കുന്നില്ല. ആമേൻ. ആത്മനിറവ് അത് നമ്മുടെ ഉപദേശമായ പ്രധാനപ്പെട്ട ഉപദേശമാണ്. ആത്മനിറവ്. ഞാൻ എപ്പോഴും പറയും, ഒരു വ്യക്തിക്ക് ആത്മനിറവുണ്ടെങ്കിൽ വിശേഷതകൾ ഒത്തിരിയുണ്ട്. ഒന്ന്, ആത്മനിറവുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ബഹളം ഉണ്ടാക്കുന്നതും ഇതെല്ലാം കൂടെ തല്ലിപ്പൊട്ടിക്കുന്നതും, ആമൻ മൈക്കിന്റെ ഓളിയം കൂട്ടി ആമൻ ഇതെല്ലാം കൂടെ ചാടി ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റ ഓട്ടം ഓടി റോഡിൽ പോകുന്ന വെച്ച് പിന്നെ ഒരു ഓട്ടം ഓടി, അതൊന്നും അല്ല ആത്മനിറവ്. ഉരുണ്ട് വീഴുന്നതുമല്ല ആത്മനിറവ്. നമ്മൾ പലരും അങ്ങനെ പറഞ്ഞു, ഭയങ്കര ശബ്ദം എടുക്കുന്നത് പറഞ്ഞ ആത്മനിറവാന്ന. അല്ലല്ലല്ല. ആത്മനിറവ് വന്നാൽ ശബ്ദം ഉണ്ടാകും, അതല്ല, ശബ്ദമല്ല ആത്മനിറവ്. ബഹളം ഉണ്ടാക്കുന്നതുമല്ല ആത്മനിറവ്. ഒരു വ്യക്തിക്ക് ആത്മനിറവുണ്ടെന്ന് എങ്ങനെ മനസ്സിലാകും? ഒറ്റവാക്കി പറയാം. ആത്മനിറവുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് ആത്മാവിന്റെ ഫലം കാണും. ആത്മാവിന്റെ ഫലം നമുക്കറിയാം. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ. ഇതാണ് ആത്മാവിന്റെ ഫലം. അപ്പോൾ ഒരു വ്യക്തിക്ക് ആത്മഫലം ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഫലം ആ സ്നേഹം. ആ സ്നേഹം ഉണ്ടെങ്കിൽ മനസ്സിലാകും ആത്മനിറവ്. സ്വന്തം സഹോദരനോട് മിണ്ടുകയല്ല, എന്നിട്ട് തമ്പേരടിച്ച് പൊട്ടിക്കുക വെറുതെ. അപ്പുറത്തുകാരോട് എന്ത് ചെയ്താൽ സംസാരിക്കത്തിലും മിണ്ടുകയില്ല, മതിലും പൊക്കി കെട്ടി എത്തിക്കുത്തിയാൽ പോലും കാണരുത്. എന്നിട്ട് സന്ധ്യ ആകുമ്പോൾ തമ്പേരിട്ട് അടിക്കുക, തീ കത്തിക്കാനിൽ മിക്കവാറും അവർ കത്തിക്കാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിച്ച തീ അല്ലെന്നേ ഉള്ളൂ. ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ചിലരുടെ മുഖത്തൊരു മ്ലാനത പോലെ. അപ്പൊ ആത്മനിറവ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, ആത്മനിറവുള്ള വ്യക്തിക്ക് ആത്മാവിന്റെ ഫലം കാണും. ആത്മാവിന്റെ പ്രഥമ ഫലം ആ സ്നേഹം. സ്നേഹത്തിനെ പറ്റി കൊരിന്ത്യലേഖനത്തിൽ നമുക്കറിയാം, 13-ാം അധ്യായം. എല്ലാം ക്ഷമിക്കുന്നെന്നാ, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, ചീർക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. ഈ ദൈവസ്നേഹം രാത്രി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ക്ഷമിക്കുവാനും സഹിപ്പാനും ഒക്കെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാ ആത്മനിറവിന്റെ ലക്ഷണം. ആത്മാവിന്റെ ഫലം കാണും. മാത്രമല്ല, ആത്മനിറവുള്ള വ്യക്തിക്ക് വേറൊരു വിശേഷത, നല്ല സംതൃപ്തിയായിരിക്കും. നിങ്ങൾ ആത്മനിറവുള്ളവരോട് സംസാരിച്ചാൽ നല്ല തൃപ്തിയോടെ അവർ സംസാരിക്കുകയുള്ളൂ. അതെ, എന്തുകൊണ്ട് വിശേഷം? കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. പിള്ളേരൊക്കെ സുഖമായിട്ട്, പിന്നെ എല്ലാവരും ദൈവകൃപയാല്. എങ്ങനെയുണ്ട് ശാരീരികമായിട്ടൊക്കെ? ദൈവകൃപയാൽ ഇങ്ങനെ പോകുന്നു, പ്രാർത്ഥിച്ചും ബലപ്പെട്ടും ഒക്കെ പോകുന്നു. സ്തോത്രം. അവരോട് സംസാരിച്ചാൽ അങ്ങനെ സംസാരിക്കുള്ളൂ. ചുമ്മാ ഓളം ഉണ്ടാക്കുന്നവർ ചിലരോട് ചോദിച്ചാൽ നമ്മൾ ചോദിക്കുക, എന്തുകൊണ്ട് വിശേഷം? എന്നാ വിശേഷം? നിങ്ങൾക്കൊക്കെ അല്ലേ വിശേഷം? എന്നാലും എന്തുകൊണ്ട് അമ്മാമ്മ വിശേഷം? അമ്മാമ്മയുടെ ശബ്ദമായിരുന്നില്ല മൈക്ക് കൂടെ കൂടുതൽ. അതിൻ്റെ മൈക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനങ്ങ് ഉണ്ടാക്കി, ശബ്ദം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എന്നാലും എന്നാ ഉണ്ട് വിശേഷം? എന്നാലും എന്തോ ഉണ്ട്. ഞങ്ങളിങ്ങനെ ആമ്പലും വെള്ളം പോലെ പൊങ്ങി. നിങ്ങൾക്കൊക്കെ അല്ലേ വിശേഷം? അങ്ങനെ സംസാരിക്കുന്ന ചിലരെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊന്നും ആത്മനിറവിന്റെ പ്രത്യേകതയല്ല. ആത്മനിറവുള്ള വ്യക്തിക്ക് സംതൃപ്തി ഉണ്ടായിരിക്കും.
എപ്പോഴും സംതൃപ്തനാ. പൗലോസ് അതുകൊണ്ടല്ലേ ഫിലിപ്പിയാനഗരത്തിൽ പറഞ്ഞത്, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം, തൃപ്തനായിട്ടിരിക്കാനും വിശന്നിരിക്കാനും എനിക്കറിയാം. ആമൻ സ്തോത്രം. താഴോട്ട് പഠിച്ചു വരുമ്പോൾ ആമൻ സ്തോത്രം എല്ലാം ഞാൻ ശീലിച്ചിട്ടുണ്ടെന്നാണ്. ഒരു ദൈവ പൈതൽ ഈ നിലയിൽ എല്ലാം ശീലിച്ച് വേണം മുമ്പോട്ട് പോകാൻ. ആട്ടെ, അധികം വിവരിക്കുന്നില്ല. അപ്പോൾ 5-ാം അധ്യായത്തിൽ ആത്മനിറവ്, അതാണ് 5-ലെ വിഷയം. ഇനി 6-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ആത്മീക പോരാട്ടമാണ്. ഞാനും നിങ്ങളും കളിക്കളത്തിലല്ല നിൽക്കുന്നത്, ഞാനും നിങ്ങളും ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. എനിക്കും നിങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്യുവാൻ ഒരു ശക്തിയുണ്ട്. അത് മനുഷ്യരാരുമല്ല, അവൻ പിശാചാ. നമ്മുടെ ശത്രുക്കൾ അയലത്തുകാരോ ബന്ധുമിത്രാദികളോ സഹോദരങ്ങളോ ചാർച്ചക്കാരോ ആമൻ വേണ്ടപ്പെട്ടവരാരുമല്ല നമ്മുടെ ശത്രുക്കൾ. ആമൻ മനുഷ്യരാരുമല്ല നമ്മുടെ ശത്രുക്കൾ. ആമൻ പിശാചാണ് ശത്രു. അറുക്കുവാനും മുടിക്കുവാനും ആമൻ കൊന്നുകളയുവാനും വരുന്ന ആമൻ പിശാചാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് ദുർദിവസങ്ങൾ വരും. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് ഒരു ദൈവത്തിന്റെ പൈതൽ സർവായുധവർഗം ധരിച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതിന്റെ അർത്ഥം തന്നെ പോരാട്ടമുണ്ടെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, ശക്തമായ പോരാട്ടം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഇതിന്റെ നടുവിൽ ഒരു ദൈവ പൈതൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. ഇന്ന് രാത്രി ശാന്തമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ചില ഗുണദോഷങ്ങളായിട്ടും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇന്നലെയും നമുക്ക് ശക്തമായ ഭാഷയിൽ നല്ല നിലയിൽ അവര് സുവിശേഷം നന്നായിട്ട് വാരി വിതറിയെന്ന് എനിക്കറിയാം. രണ്ടുപേരും അതിപ്രാപ്തന്മാരാ, ദൈവത്തിന് ബഹുപ്രാപ്തിയുള്ള പുരുഷന്മാരാ. അപ്പോൾ ഈ 3-ാമത്തെ രാത്രിയിൽ ചില ഗുണദോഷങ്ങളായിട്ടും കൂടെ ചേർന്ന് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചില ഗുണദോഷങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാം. എഫേസ്യർ 6-ാം അധ്യായം 10-ാം വാക്യമാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഈ സുവിശേഷ യോഗത്തിന്റെ ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയിൽ കൂടപ്പെട്ടവരോട് അറിയിപ്പാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം വന്നതുപോലെ തിരിച്ചു പോകരുത്. കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് വേണം പോകാൻ. ഈ ഒടുവിൽ എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒടുവിൽ എന്ന് പറയുമ്പോൾ അതിനെ ന്യായമായി എന്താ, ആദ്യം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്തൊക്കെയോ പറഞ്ഞേക്കാമല്ലോ ഒടുവിൽ ഇത് പറഞ്ഞത്. ഒടുവിൽ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ യോഗം തുടങ്ങുമ്പോൾ പറയാം ഒടുവിൽ ഇന്നയാൾ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പല കാര്യങ്ങൾ ഇവിടെ നടക്കണം എന്ന് പറഞ്ഞതുപോലെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. അപ്പോൾ അതിന്റെ അർത്ഥം ആദ്യം ചില കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവരും ധ്യാനിക്കുന്നവരുമാ ആദ്യം എന്തൊക്കെയാ പൗലോസ് പറഞ്ഞത്? ഞാൻ ഇങ്ങനെ ആ ഭാഗം പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, ആദ്യം ഒരു 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് സംബോധന ചെയ്തു. 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ. ആ 6 ഗ്രൂപ്പിൽപ്പെട്ടവര് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്, ഈ ദേശത്തുണ്ട്, ദൂരത്താന്തലിവരും തന്നെ കേൾക്കുന്നവർ ഈ 6 ഗ്രൂപ്പിൽപ്പെട്ടവരാ. അതിൽ 1 ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു, 2 ഭർത്താക്കന്മാരോട്, 3 മക്കളോട്, 4 പിതാക്കന്മാരോട്, 5 ദാസന്മാരോട്, 6 യജമാനന്മാരോട്. അപ്പൊ 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് വിളിച്ചു. ഞാൻ വാക്യങ്ങൾ പറയാം, പാസ്റ്റർ വായിച്ചു സഹായിക്കണം. ദൈവത്തിന് സ്തോത്രം. 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യോ, 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യോ, 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യോ, 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യോ, 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യോ, 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യോ. ആദ്യം 5-ന്റെ 22 വായിച്ചേ. ഭാര്യമാരെ. അപ്പൊ ആദ്യം ഭാര്യമാരെ വിളിച്ചു. ഇനി 5-ന്റെ 25 ഭർത്താക്കന്മാരെ. ഇനി 6-ന്റെ 1 മക്കളെ. 6-ന്റെ 4 പിതാക്കന്മാരെ. 6-ന്റെ 5 ദാസന്മാരെ. 6-ന്റെ 9 യജമാനന്മാരെ. മതി. അപ്പോൾ 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 6-ാം അധ്യായത്തിന്റെ 9 വരെ 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് വിളിച്ചു. എന്നെ മോനെ നിങ്ങൾ രണ്ടുകൂടെ പറഞ്ഞേ, അവരെ വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വളരെ നിർബന്ധമാണ്. ഞാൻ ശുശ്രൂഷിക്കുമ്പം പ്രസംഗമൊന്നും അത്ര മെച്ചമല്ല. സ്തോത്ര. ഇന്നാൾ ഒരാൾ പറഞ്ഞു, ഒന്നുമില്ലെന്ന് പറഞ്ഞു. ആട്ടെ, ഒന്നുമില്ലേലും ഉള്ളതാട്ടെ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഇടയ്ക്ക് സംസാരമോ ഒക്കെ ആയിട്ട് വന്നാൽ എനിക്കത് പ്രയാസമാണ്. ഞാൻ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. പിണക്കം ഉണ്ടായിട്ടല്ല, ഒന്ന് അറിയുന്നത് നല്ലതാ. ശ്രദ്ധിക്കുക. കാരണം ഇപ്പോഴത്തെ യോഗം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സൂക്ഷിക്കണം. ഒരു നാശക്കുള്ളി അവിടെ ബോംബ് പൊട്ടിച്ചാ പോയത് അല്ലേ? എന്ത് ബുദ്ധിമുട്ട്. ഇന്നലെ കണ്ട അവിടെ കൺവെൻഷൻ നടക്കുമ്പം അധികാരികൾ പറഞ്ഞ് ആംബുലൻസ് വേണമെന്ന്. ആംബുലൻസ് വരെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ രോഗശാന്തി ശുശ്രൂഷ ഒക്കുമെന്ന് തോന്നുന്നില്ല. വ്യത്യാസം അതിനുള്ളവരെ അന്നേരം നേരെ
അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിൻ്റെ മകത്ത് ഇവിടുന്ന് പിശാച് ഒപ്പിക്കുന്നെന്ന് അറിയുകയില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ പൗലോസ് വിളിച്ചു. അപ്പോൾ 5-ാം അധ്യായത്തിന്റെ 22 ഭാര്യമാരെ വിളിച്ചു, 5-ന്റെ 27 ഭർത്താക്കന്മാരെ സംബോധന ചെയ്തു, 6-ാം അധ്യായത്തിന്റെ 1 മക്കളോട് കാര്യങ്ങൾ പറഞ്ഞു, 6-ന്റെ 4 പിതാക്കന്മാരെ വിളിച്ചു, ദൂതുകൾ പറഞ്ഞു, 6-ാം അധ്യായത്തിന്റെ 5 ദാസന്മാരെ വിളിച്ചു, ഗുണദോഷങ്ങൾ പറഞ്ഞു, 6-ന്റെ 9 യജമാനന്മാരെ വിളിച്ചു. അപ്പൊ ഇന്ന് ലോകത്തിൽ പാർക്കുന്ന മാനവജാതി മുഴുവൻ ഈ 6 ഗ്രൂപ്പിനകത്ത് പെടും. ഒന്നെങ്കിൽ നീ ഭാര്യയുടെ വശത്ത്, അല്ലെങ്കിൽ ഭർത്താവിന്റെ നില, അല്ലെങ്കിൽ മക്കളുടെ വശത്ത്, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ നില, അല്ലെങ്കിൽ ദാസൻ, ഒന്നുകിൽ യജമാനൻ എന്ന് പറഞ്ഞാൽ ഈ 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ വിളിച്ചു വെച്ച് പൗലോസ് പറയുക, ഒടുവിൽ കർത്താവിനും അമിതബലത്തിലും ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ പാർക്കുന്ന സകല മാനവരാശിയും ഈ 6 ഗ്രൂപ്പിനകത്ത് പെടും. അപ്പോൾ മുഴു ലോകത്തോടും ആ പൗലോസ് പറഞ്ഞിരിക്കുന്നത് കർത്താവിനും അമിതബലത്തിലും ശക്തിപ്പെടണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോടും ദൂരത്തും ചാരത്തും ശ്രമിക്കുന്നവരോട് ഒരു കാര്യം കർക്കശമായി ഉറപ്പിച്ചും തറപ്പിച്ചും പറയുക, ഈ ദുഷ്ടലോകത്തിൽ കായബലം കൊണ്ട് നിനക്കൊന്നും നേടാനൊക്കത്തില്ല, രാഷ്ട്രീയ ബലം കൊണ്ടൊന്നും നേടാനൊക്കത്തില്ല, മതത്തിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ ബലം കൊണ്ടൊന്നും നടക്കത്തില്ല, അവൻ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടൊന്നും നടക്കത്തില്ല, നിന്റെ പണമോ പ്രതാപമോ കുടുംബശ്രേഷ്ഠതയോ ഒന്നും നിന്നെ രക്ഷിക്കത്തില്ല. രക്ഷിക്കാൻ കഴിവുള്ളവൻ ദൈവമാണ്. നീ ബലപ്പെടേണ്ടത് ആത്മാവിലുമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാരും ഇതിനെ തിരിയുന്നവരാ. പഴയ ഭാഷയിലൊക്കെ പിള്ളേര് പറയും, ജോർജ് കുട്ടിയെ കാണുമ്പോ എല്ലാരും സ്തോത്രം. ഒരു 99% ആൾക്കാർ അല്ലയോ ചാ, നിങ്ങൾ എന്തായാലും ഒന്ന് പറ. പിന്നെ 99%, 99 അല്ല, 99 കാലരയ്ക്കാൽ മുക്കാൽ മാഹാൽ മുണ്ടാണി, പഴയ കണക്കാ. സകല എണ്ണവും ജോർജ് കുട്ടിയെ കാണുമ്പം തിരിയും. അതുകൊണ്ട് ഇവിടുത്തെ പല കാര്യങ്ങളിൽ നീ ഇളകരുത്. കുടുംബശ്രേഷ്ഠത നിന്നെ രക്ഷിക്കുകയല്ല. ഞാനെപ്പോഴും പറയും, കാശും പുത്തനും കളറും നിറവും പിടിപ്പും പടകവും ഒക്കെ ഉണ്ടെങ്കിൽ ബന്ധം ആള് കൂടും. പിന്നെ ഇഷ്ടം പോലെ ബന്ധുക്കളാ. ചുമ്മാ വാതൊക്കെ ഇരുന്നാൽ മതി, ഇങ്ങോട്ട് വന്ന് ബന്ധം കൂടുക. വാതൊക്കെ കസേര ഇട്ട്, ചാരു കസേരയാന്നെ കുറച്ചുകൂടെ നല്ലത്. ആ കാല് പൊക്കി വെക്കാവുന്ന കസേരയാന്ന് ഇങ്ങനെ മലന്ന് കിടന്നാൽ മതി, ഇങ്ങോട്ട് വന്ന് ബന്ധുക്കാർ വരും. പിന്നെ ഗതികേടാന്നല്ലോ, സ്വന്തം സഹോദരൻ പോലും നിന്നോട് മിണ്ടുകയില്ല. അങ്ങനത്തെ ലോകമാണ്. സ്വന്തം അനിയനാ. നമ്മൾ ചോദിക്കുക, പുള്ളി നിങ്ങളുടെ ബ്രദറല്ലേ? കണ്ടിട്ടുണ്ട്, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവനാ, എന്നാലും അവൻ പറഞ്ഞ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ടൊരാളോട് ചോദിച്ചു, ഞങ്ങളൊരു വീട്ടിൽ ഇരിക്കുക, വീട്ടിൽ ഇരുന്നപ്പം വേറൊരാള് പത്രമായിട്ട് വരുന്നയാളാ. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം ആ വീട്ടിലെ ചുമതലപ്പെട്ടവൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആട്ടെ ജോറുട്ടി, നിങ്ങളും ഇന്നയാളും അവര് ബന്ധമല്ലേ? എന്നാ പുള്ളി പറഞ്ഞു, ബന്ധമുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം മറ്റേ പുള്ളി വളരെ ഭൗതികമായി ഒത്തിരി ഉന്നതി പ്രാപിച്ച ആളാ. പേര് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു ജനപ്രതിനിധിയും കൂടെ ആയിരുന്നു. പേര് പറഞ്ഞാൽ അറിയാം, അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ ഇദ്ദേഹം ഇപ്പോഴും പത്രമൊക്കെ വീടുകളിൽ കൊണ്ട് കൊടുത്ത് അത് എന്ത് തുച്ഛമായി കിട്ടുന്നതുകൊണ്ട് ജീവിക്കും. അപ്പൊ ഈ വീട്ടുകാരൻ അറിയാം ഇവര് തമ്മിൽ ബന്ധമാണ്. അപ്പൊ അത് വെച്ചാൽ അതെ ജോർജ് കുട്ടി, നിങ്ങൾ തമ്മിൽ ബന്ധമല്ലേ? ഒരു കുടുംബക്കാരല്ലേ? ഒരു കുടുംബം. അപ്പൊ ചോദിച്ചതിന്റെ അർത്ഥം ഇതാ, അവര് നല്ല സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക്. പുള്ളി പറഞ്ഞു, ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്, പുള്ളി പറഞ്ഞതേ ഒരു കുടുംബമാ, പക്ഷേ കുടുംബ പേര് ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ വീട്ടുപേര് കൈതപ്പുറം വന്ന. കാശുള്ള പുള്ളിയുടെ അപ്പൻ മൂത്തയാളും പത്രം കൊണ്ട് വരുന്ന പുള്ളിയുടെ അപ്പൻ അദ്ദേഹത്തിന്റെ അനിയൻ ഇളയാള. ഒരു കുടുംബമാ കൈതപ്പുറമ്പ്. പുള്ളി വളരെ സരസമായിട്ട് പറഞ്ഞു, ഒരു കുടുംബമാ, പുള്ളിയുടെ അപ്പൻ ചേട്ടനും എന്റെ അപ്പൻ അനിയനും, ഞങ്ങളൊരു കുടുംബക്കാരാ, പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. എന്തുവാ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? ഉടനെ പുള്ളി പറഞ്ഞു, അവരുടെ വീട്ടുപേര് കൈതപ്പുറമ്പെന്ന് തന്നെ, ഞങ്ങളുടെ വീട്ടുപേര് കഴുതപ്പുറമ്പെന്നാക്കി. അപ്പൊ ഈ കേട്ട പുള്ളി രസിക്കനാ. പുള്ളി വെച്ച് അതെന്നാ?
അപ്പൊ അവിടുത്തെ അപ്പനും ഇവിടുത്തെ അപ്പനും ഒരു വലിയ കൃഷി രാജാവിന്റെ കൃഷിക്കാരായിരുന്നു, നോട്ടക്കാരാ. അപ്പൊ പുള്ളി പറഞ്ഞതാ, അദ്ദേഹം 50 യാക്ക് വളം കൊടുത്താൽ അവരുടെ അപ്പൻ 20 യാക്ക് കണ്ടത്തിലിടും, ബാക്കി 30 യാക്ക് വിറ്റ് കാശ് വീട്ടിൽ കൊണ്ടുവരും. ഞങ്ങളുടെ അച്ചായൻ 50 യാക്ക് കൊടുത്ത 50 യാക്കും കണ്ടെത്തി ഇട്ടു പോരും. നിങ്ങൾക്ക് മനസ്സിലായി കാണും. 50 പറ വിത്ത് വിതയ്ക്കാൻ പുള്ളിയുടെ കൈ കൊടുത്ത പുള്ളി 20 പറ വിതച്ചേച്ച് 30 പറ പുള്ളി വേറെ വിറ്റേച്ച് പുള്ളിയുടെ ആ കാശ് കൊണ്ടുവരും. ഞങ്ങളുടെ അച്ചായൻ 50 പറ അങ്ങ് വിതയ്ക്കും. അങ്ങനെ കയറി കയറി അവര് മെച്ചത്തിലായി. അപ്പൊ ഞങ്ങൾ പിള്ളേര് കൂടി പറഞ്ഞ അവരുടെ ചിന്തയാ, നമ്മുടെ അച്ചായനിൽ കഴുതയാ, അതുകൊണ്ട് വീട്ടുപേര് മാറ്റാം, കഴുതപ്പറമ്പ്. അത് കഴുതപ്പറമ്പ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്ര ഉള്ളു. കാശും പുത്തനും ചുറ്റുപാടും കൊണ്ട് ബന്ധമൊക്കെ ഇഷ്ടം പോലെ വരും. ഇതൊന്നുമില്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾ നിന്നെ മൈൻഡ് ചെയ്യത്തില്ല, സ്വന്തം സഹോദരങ്ങൾ പോലും നിന്നെ ഗവനിക്കത്തില്ല. പക്ഷേ എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാലും ഉപേക്ഷിച്ചാലും ആമൻ ത്യജിച്ച് കളഞ്ഞാലും നിന്നെ കളയാത്തൊരുവനുണ്ട്, നസറയനാകുന്ന യേശു. അവിടുന്ന് തിരുവായി മുടിഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്തവൻ. നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, ത്യജിക്കത്തില്ല. നീ നശിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആ യേശുവിന് ഹൃദയം കൊടുക്ക്, യേശുവിനായി സമർപ്പിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. ഈ കുടുംബസേട്ടനെ പറഞ്ഞിരുന്നാൽ നിനക്ക് രക്ഷപ്പെടുകയല്ല. ഞങ്ങൾ തോമാസ്ലിയ വന്ന കാലത്തുള്ളതാണ്. അപ്പൊടിയാ ഇപ്പൊടിയാ അതൊക്കെ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. സ്തോത്രം. കാശും പുത്തനും അത് ഒന്നും രക്ഷപ്പെടുത്തുകയില്ല. ഇപ്പോൾ ഉള്ള കാശ് നല്ലൊരു പനിക്കില്ല. ഉണ്ടോ? നല്ലൊരു തുമ്മലിനും പനിക്കും. ഇപ്പൊ ഈ ആതുര ശുശ്രൂഷ രംഗമൊക്കെ മിക്കയിടത്തും ബിസിനസ് ആയിരിക്കുക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഡോക്ടറെ കാണാനും പരിശോധന നടത്താനും. അവർ തരുന്ന നിർദ്ദേശം അനുസരിച്ച് മുമ്പോട്ട് നീങ്ങുന്നെങ്കിലും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഒരു 3 ഡോക്ടർമാരെയും കൂടെ വേറെ കണ്ട് കൺഫേം ചെയ്തേച്ച് അവർ ചെല്ലുമ്പോൾ പറയും, പെട്ടെന്ന് ഓപ്പറേഷൻ അങ്ങോട്ട് കയറിക്കോ, അല്ല തുറന്നിട്ടിരിക്കുക, കയറിക്കോളാൻ, കത്തിയായിട്ട് നിൽക്കുക, വാ കീറാന്നും പറഞ്ഞു. നീ ഉടനെ എന്നാ കയറിക്കോ, വേണ്ട കിടക്കുന്ന പറഞ്ഞ് അവിടെ കയറി കിടക്കരുത്. വേറെ 2-3 ഡോക്ടർമാരും കൂടെ ചോദിക്കണം. ഞാൻ തമാശ പറഞ്ഞതല്ല, എല്ലാം ബിസിനസ്സാ. ഇപ്പൊ ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ സൗജന്യ നേത്ര ചികിത്സ? ചുമ്മാ ഇരിക്കുന്ന അച്ചായനെ വിളിച്ചോണ്ട് പോയി, ഒരു കുഴപ്പമില്ല. ആ ചെറിയ അക്ഷരമുള്ള ബൈബിള് വരെ ബൈബിള് വായിച്ചോണ്ടിരുന്നപ്പോൾ വിളിച്ചു പറഞ്ഞത്, നോട്ടീസ് കണ്ടത്, സൗജന്യം. അതാ വിഷയം. സൗജന്യം എന്നൊരു വേട് അതിനകത്ത് വന്നു. ഉടനെ കണ്ണാടി ഇല്ലാതെ പുസ്തകം വായിച്ച ഏലിക്കുട്ടി അച്ചായനെ വിളിച്ചോണ്ട് പോയി. അവിടെ ചെന്ന് ആദ്യം അച്ചായനെ നിങ്ങൾ കൊണ്ട് കയറിയിരിക്കാൻ പറഞ്ഞു. അച്ചായനെ നോക്കിയപ്പോൾ അച്ചായന് കുഴപ്പമൊന്നുമില്ല. തിരിച്ചു ചോദിച്ചപ്പോൾ അമ്മാമയെ കയറ്റി ഇരുത്തി. ഉടനെ അവരതെല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോൾ ഒരു ചെറിയ ഉടനെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതേ, ഒരു ഞരമ്പ് മറ്റേ ഞരമ്പിന്റെ മുകളിൽ കൂടെ കയറി. അങ്ങനെയുണ്ട്. ഇത് ബിസിനസിന്റെ തന്ത്രങ്ങളാണ്. ഇനി ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ആ കണ്ണിന്റെ കാഴ്ച പോകും. തന്നെയല്ല, ആ ഞരമ്പ് ഇങ്ങോട്ട് പോരുന്ന കൊണ്ട് ഇങ്ങനെ കണ്ണിനും ബാധിക്കാൻ കൊണ്ട് വെപ്രാളം കയറി. എന്തോ കണ്ണാടി വെക്കണം. ഈ കണ്ണാടി 2 വർഷം വെച്ചാൽ മതി. അപ്പൊ ഞരമ്പല്ല, പിന്നെ വെക്കുമ്പോൾ ഞരമ്പ് ഇവിടെ വന്ന് താഴോട്ട് വീഴും. ബിസിനസ്സാണ്. അച്ചായനോടാണ് ഇത് പറഞ്ഞത്. അമ്മാമ്മ സമ്മതിക്കുക കണ്ണാടി മേടിക്കാൻ. അത് കുഴപ്പമില്ല, പ്രാർത്ഥിച്ചു കൊടുത്ത് വരാൻ പറയും. അമ്മാമ്മയുടെ ഞരമ്പ് വിഷയമാണെന്ന് പറഞ്ഞപ്പോൾ വിഷയമാണ്. ഒന്ന് കണ്ണാടിയുടെ ഫ്രെയിമ്, കണ്ണട എല്ലാം കൂടെ 35,000 രൂപ. വീട്ടിൽ ഇരുന്ന് കണ്ണാടി ഇല്ലാതെ വേറെ വായിച്ച കുഞ്ഞുഞ്ഞമ്മയാണ്. ബിസിനസ് ആയത് കൂടുതൽ. നിങ്ങളിപ്പം ചെന്ന ഈ ഡോക്ടർമാരൊക്കെ ചിലർ ബിസിനസ് ഉള്ളവര് അവർ പറയത്തില്ലേ, ചില ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞത്, പക്ഷേ ഈ രോഗം അങ്ങനെ എല്ലാവർക്കും ഇല്ല, 3 ലക്ഷം പേരിൽ ഒരാൾക്കേ വരുള്ളൂ. അത് ചെറുതന്നെ എനിക്കാ വന്നേക്കുന്നത്. അപ്പൊ ഞാനാണ് ഇതിന്റെ ക്രെഡിറ്റ്. ഈ ഏരിയയിൽ താലൂക്കിൽ ആർക്കും എനിക്ക് മാത്രമേ. അതായത് ക്രെഡിറ്റ് ആയിട്ടാ പറയാന്. നിങ്ങളെ ചില ആശുപത്രിയിലൊക്കെ അവരവരുടെ ബിൽഡിംഗ് പണിയും പല പരിപാടിയാണ്. നമ്മൾ ചില
ക്രെഡിറ്റ് നീ അല്ലോ കാണാനാ ചെല്ലുന്നത്. എന്നാൽ ഡ്രൈവറോ അല്ലെങ്കിൽ വീട്ടിലെ കാറുമായിട്ട് അവർ വീൽ ചെയറുമായിട്ട് വരും, നടക്കാമെങ്കിലും വീൽ ചെയർ കൊണ്ടുവരും. അവിടെ ചെല്ലുമ്പോൾ അമ്മച്ചിക്ക് തീരുമാനിക്കും. അമ്മച്ചിയുടെ വീട്ടിലെടുത്ത് ഒരു തെങ്ങ അപ്പുറത്ത് കണ്ടത് ആരാടാന്ന് പറഞ്ഞ് കൈമൂടി എടുത്തോണ്ട് ഓടിയ തള്ളയാ. ശ്രദ്ധിച്ചേ, ഒരു കോഞ്ഞാട്ട് പോലും തള്ള നാട്ടുകാർ കൂടുതലല്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. പക്ഷെ അവിടെ ചെന്നപ്പോ അവർ വീൽ ചെയർ വന്നപ്പോ അമ്മയ്ക്ക് തീരെ വയ്ക്കാം. പിന്നെ വീൽ ചെയറെ തള്ളിക്കൊണ്ട് പോയി. പിന്നെ അവര് ബിസിനസ് അല്ലേ, അവരും കാര്യമൊക്കെ ചോദിച്ചാൽ പരിശോധന ചോദിച്ചു. അമ്മച്ചിയുടെ പേര്, എൻ്റെ പേര് സാറാമ്മ ജോർജ്. അവർക്ക് മനസ്സിലായി പിടിപ്പുള്ളതല്ല ഞാൻ. പിന്നെ അവർ ചോദിക്കും മക്കളുണ്ടോ? 5 പേര്. നാട്ടിലാണോ? ഇല്ല, മൂത്തവൻ കാനഡ. അപ്പൊ അവർക്ക് മനസ്സിലായി ആ കെട്ടിടം ഈ തള്ളെ വെച്ച് പണിയണം. അവിടെ കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. അവര് അതാണ് എഴുതി വെക്കുന്നത്, അല്ലെ അവര് മറന്നു പോകും. രണ്ടാമത്തെ ആള് അവന് ന്യൂയോർക്കില്ല. അപ്പൊ അവര് തീരുമാനിച്ച് തള്ളനെ ഉടനെ വിടുകയല്ലെന്ന്. അമ്മ ക്രെഡിറ്റിനായി ഇത് പറയുന്നേ. മക്കൾ ആരും അല്ല കൂടെ ഉണ്ട്? ഇല്ലില്ല, ആരുമില്ല. അവരിപ്പം വിളിക്കും. അന്നേരം ഒരു കോള് വന്ന്, രണ്ട് ഡോക്ടറെ മോൻ വിളിക്കുന്നു. ഉടനെ ഡോക്ടറും മോനും കൂടെ സംസാരിച്ചു. അവനെ ഇങ്ങോട്ട് വരാനോ നോക്കാനോ ഒക്കത്തില്ല. അതിനുവേണ്ടി അവൻ അവിടെ ഇരുന്ന് പറയും, ചില പിള്ളേര് ഡോക്ടറെ കാശൊന്നും നോക്കണ്ട, എങ്ങനെ വേണേലും അമ്മച്ചിയെ നാളെ എന്ത് പ്രയാസമാണെന്നറിയാം. ഇതെല്ലാം ബിസിനസ്സാ കൂടുതലും. എന്നാൽ മാന്യമായി ശുശ്രൂഷിക്കുന്ന ഇടവും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന കാശ് അധികം ഉതകുകയല്ല. ഒരു നല്ല പനിക്കില്ല. നീ പണത്തിൽ അഹങ്കരിക്കരുത്. സ്തോത്രം. അഹങ്കാരമെല്ലാം നമ്മൾ കണ്ടതല്ലേ കുറച്ച് നാൾ മുമ്പ്, ഇല്ലേ? കണ്ടതാ. സ്വന്തം ഭാര്യ പടഞ്ഞു വീണ് മരിക്കുക, അടുത്ത് ചെല്ലാനോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഒരു അന്തിചുംബനം കൊടുക്കാനോ സാധിച്ചില്ല. അനുഭവിച്ചതല്ലേ പലരും. ആമൻ സംരക്ഷിച്ച് പോറ്റി പുലർത്തിയ ഭർത്താവ് പടഞ്ഞു വീണ് മരിക്കുക, അടുത്ത് ചെല്ലാനോ ആമൻ കൈ കൊടുക്കാനോ ആമൻ മുഖം ഒന്ന് തുടയ്ക്കാനോ ഒന്നും അനുവദിച്ചില്ല. ഡെഡ് ബോഡി പോലും കാണാൻ ചിലർക്ക് ഇടയായില്ല. സങ്കടത്തോടാണ് ഇത് പറയുന്നത്. ചിലർക്ക് നല്ലൊരു ശവസംസ്കാരം പോലും മാന്യമായിട്ട് ചെയ്യാൻ ഒത്തില്ല. ഇതെല്ലാം നമ്മൾ കണ്ടുവച്ചിരിക്കുക. നിന്റെ പണവും പ്രതാപവും കുടുംബശ്രേഷ്ഠതയും നിന്റെ ഹുങ്കും പ്രതാപവും ഒന്നും വില പോകുകയല്ല. ഇന്ന് രാത്രി ദൈവസന്നിധിക്ക് സമർപ്പിക്കണം, ദൈവസന്നിധിയിൽ വിനയപ്പെടണം, ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തണം. ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കണം. അപ്പോൾ നമ്മുടെ ഈ പ്രതാപവും അഹങ്കാരവും ഒന്നും വില പോകുകയല്ല. ദൈവത്തിന് മകത്ത് ആട്ടെ, മുമ്പോട്ട് പോകാം. അപ്പൊ നമുക്ക് ആവശ്യം കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം. അപ്പൊ ഇത് 6 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരോട് പൗലോസ് പറഞ്ഞു. ഓടിച്ചു പറയാം. അതിൽ ആദ്യം ഇത് പറഞ്ഞത് ഭാര്യമാരെയാ വിളിച്ചത്. ഇനി 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിച്ചാട്ടെ കർത്തൃദാസനെ. 5:22. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. വായിച്ചോ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭാര്യമാരെ കർത്താവിന് എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. ഞാൻ പറഞ്ഞല്ലോ, ചില ഗുണദോഷങ്ങളും എല്ലാവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി പറയും. ഭാര്യമാരെ കർത്താവിന് എന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. പണ്ട് മല്ലപ്പള്ളി പീലിക്കുഞ്ഞ് പറഞ്ഞ പോലെ കീഴടങ്ങിയില്ലെങ്കിലും അടങ്ങിയിരുന്നോണ്ടാ മതി. വല്ലാത്തൊരു കാലത്തിലേക്കാണ് വന്നത്. കീഴടക്കാനൊന്നും നോക്കരുത്. ഇപ്പൊ സമത്വമല്ലേ, സംവരണം ഏർപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് കീഴടക്കാനൊന്നും നോക്കരുത്, അത് അബദ്ധമാണ്. അടങ്ങിയിരിക്കുക. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം, ആദരിക്കണം, ബഹുമാനത്തോടെ സംസാരിക്കാവൂ. അത് പൗലോസ് വളരെ കർക്കശമായി പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും, ഭർത്താക്കന്മാരെ പേരൊന്നും വിളിക്കരുത്. അങ്ങനെയുള്ള സഹോദരിമാരുണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പോഴത്തെ എല്ലാം മോഡേൺ അല്ലേ. ഇപ്പൊ ചില ഭാര്യയും ഭർത്താവും ഒക്കെ സംസാരിക്കുമ്പം പണ്ടൊക്കെ അച്ചായ അല്ലെങ്കിൽ ചിലര് ചേട്ട അല്ലെ അങ്ങനെയുള്ള ബഹുമാന സൂചകമായിട്ടാണ് വിളിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പിള്ളേര് അപ്പനെ എന്തു വിളിക്കും അതനുസരിച്ചാ ചില അമ്മമാര് അങ്ങനെ വിളിക്കും. പിന്നെ പഴയ അമ്മമാര് ഇതൊന്നുമല്ല, അവരുടെ സംസാരം പ്രത്യേക രീതിയാ. പിന്നെ നിങ്ങളെല്ലാം ജപ്പാനിൽ നിന്ന് വന്നതാ.
പഴയ അമ്മമാരങ്ങനെ കേട്ടോ, അതൊരു പ്രത്യേക രീതിയാ. വന്നാട്ടെ, ഇപ്പൊ അതല്ലേ മാറി. ഇപ്പം ഇന്നാളെ രണ്ടുപേര് സംസാരിച്ച അവൻ ആനക്കാരൻ പോകുമ്പോലെ പുറകെ പോകുന്ന കണ്ട് എടാന്ന് വിളിച്ചപ്പോ കേട്ടടാ. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാഴിയാന്നോ? ഭർത്താവിനെ ബഹുമാനിക്കണം, അദ്ദേഹത്തെ ആദരിക്കണം, ശുശ്രൂഷിക്കണം. ഭർത്താവിന് ദോഷം വരുന്ന ഒന്നും ചിന്തിക്കരുത്. എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്, 106 വയസ്സ്. അപ്പൊ അമ്മച്ചി ചില ഗുണദോഷങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഒരു നല്ല ഭാര്യയുടെ ലക്ഷണം അമ്മച്ചി പറയും. അതിലൊരു കവിത അമ്മച്ചി ചൊല്ലും, അമ്മോപദേശം എന്ന് പറഞ്ഞാൽ മകളെ വിവാഹം ചെയ്യുന്നതിൻ്റെ തലേന്ന് രാത്രി അമ്മ മകളുടെ അടുക്ക വന്ന് മകൾക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുക. ആ ഉപദേശം അമ്മോപദേശം അമ്മോപദേശത്തിൽ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളാണ്. അപ്പൊ അമ്മ ആ രീതിയിൽ അവര് എഴുതി വെച്ചിരിക്കുന്നത്, കാലത്തെ ഉണർന്ന ആദരാൽ കാന്തന്റെ പാത തൊട്ടു വണങ്ങണം ഓമലെ. നല്ല ഏലായി മിക്കാറ് ഓമല് കാലേവാരി അടിക്കാതിരുന്ന. അതിരാവിലെ എഴുന്നേറ്റ് ദിനചര്യകൾ തുടങ്ങുന്നതിന് മുമ്പ് ദൈവം കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീക്ക് ഈ ഭൂമിയിൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ഒരു സ്ത്രീക്ക് ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ പിന്നെ ഭർത്താവാ ഏറ്റവും വിലപ്പെട്ടയാള്. അങ്ങനെയുള്ള ഭർത്താവിന്റെ പാദം തൊട്ട് വന്ദിക്കണമെന്ന്. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. എന്നാ വേണ്ട, തൊട്ട് വന്നിച്ചില്ലെങ്കിലും കാലേ വരി അടിക്കാതിരുന്നാ മതി. അതിലെ ഒറ്റടിക്കല്ലയോ അവനെ കൊന്നത്. അപ്പൊ അമ്മോപദേശം, ആ ഉപദേശത്തിനകത്ത് ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഭർത്താവില്ലാത്ത നേരത്തെ മറ്റ് സ്ത്രീകള് വായാടി പെണ്ണുങ്ങൾ വരും കുറ്റവും കുറവും പറയാൻ. അത്തരം ഭാഷണം കേട്ട് നീ ഇരിക്കരുതെന്നാ. മനസ്സിലായോ? ഭർത്താവില്ലാത്ത നേരത്തെ ഭർത്താവിന്റെ വീട്ടുകാരുടെ കുറ്റോ അമ്മയുടെ കുറ്റോ സഹോദരങ്ങളുടെ കുറ്റോ ആ വീടിന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാറ്റിക്കാൻ വേണ്ടി പലരും കടന്നു വരും. ലോഹ്യമൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള സംസാരത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിന്റെ ചെവി ചായിക്കരുത്. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക, വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഭർത്താവിനെ ബഹുമാനിച്ച് ആദരിച്ച് ശുശ്രൂഷിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ജീവിക്കണം. അതാണ് പൗലോസ് അവിടെ കർക്കശമായിട്ട് ഓർപ്പിക്കുന്നത്. കർത്താവിന് മകത്ത്. ഇനി ഭർത്താക്കന്മാർക്ക് നിർദ്ദേശമുണ്ട്. 25-ാം വാക്യം, 25, ഇതൊക്കെ നമുക്ക് അറിവുള്ള വാക്യം, എങ്കിലും പൊതുജനത്തിനൂടെ പ്രയോജനമാകട്ടെ എന്നോർത്ത് പറയുക. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിക്കും. നിങ്ങളുടെ ഭാര്യ, ഇത് വിവാഹ ശുശ്രൂഷകൾ സാധാരണ പറയും, പക്ഷെ ആരും ഇപ്പൊ കേൾക്കുകയല്ല. എല്ലാവരും ആ ഷട്ടറിന്റെ അവിടെ പോയി നിൽക്കുക. തന്നെയല്ല, നമ്മൾ പെന്തിക്കോസുകാരുടെ കല്യാണത്തിന് വിളിച്ചാൽ അവർ ചോദിക്കുക എപ്പോഴാ കല്യാണം തുടങ്ങുന്നത്? 10:30 തുടങ്ങും. എപ്പോഴായിരിക്കും തീരുന്നത്? മിക്കവാറും ഒരു 12:30 1 മണി. അവർ ആ 12:30 വരുവുള്ളൂ. ഇത് പറയാൻ നോർത്താ കേൾക്കാനും ആളില്ല. അപ്പൊ പിന്നെ ഇന്നാന്നേ 2 പേര് കേൾക്കുമല്ലോ. ഇതൊക്കെ തന്നെ ഞങ്ങളും പറയുന്നത്. അപ്പോൾ ഭർത്താക്കന്മാരോട് പറയുക കർക്കശ നിർദ്ദേശം, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. എങ്ങനെ? യാതൊരു യോഗ്യതയും ഗുണഗണങ്ങളും വിശേഷതകളും നോക്കി അല്ല സ്നേഹിച്ചത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, എനിക്ക് നിങ്ങൾക്കും യാതൊരു ഗുണഗണങ്ങളില്ല, യാതൊരു വിശേഷതയില്ല, യാതൊരു ശ്രേഷ്ഠതയില്ല. ഒരു ശ്രേഷ്ഠതയും ഒരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോഴാണ് അവിടുന്ന് നമ്മളെ സ്നേഹിച്ചത്. അതുപോലെ ഭർത്താവ് ഭാര്യയെ ആ വിധത്തിൽ സ്നേഹിക്കണം. ഇതാണ് കാൽവറിയിലെ സ്നേഹം. എല്ലാവരും നിന്നെ തള്ളിക്കളയുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ, ത്യജിക്കുമ്പോൾ, വെറുക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ സ്നേഹം ഇന്ന് രാത്രി എല്ലാ ഹൃദയങ്ങളിലും വാഴണം. ദൈവത്തിന് മഹത്വം. ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ഭാര്യയെ സംരക്ഷിച്ച് പോറ്റി പുലർത്തി ബലഹീന മാത്രം ആ ബഹുമാനം കൊടുത്ത് ആദരിച്ച് അവന് സ്തോത്രം പ്രശംസിച്ച് പോകേണ്ട കടമ ഭർത്താവിന്റെ കടമയാണ്. ഇത് ആ ബാലൻസിൽ പോയാൽ ഒരു കുഴപ്പവും വരികയില്ല. പിന്നെ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട്. എവിടെ ഇല്ലാത്ത? എല്ലായിടത്തും ഉണ്ട്.
കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ഭവനങ്ങളിലും അഭിപ്രായ വ്യത്യാസം വരികയല്ലേ? ചില അച്ഛന്മാരും ഉപദേശമാരും പാസ്റ്റർമാരും ഒക്കെ വിവാഹ ശുശ്രൂഷയിലെ ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട്. എല്ലാരും അല്ല, ചിലര് പ്രസംഗമധ്യേ പറയും, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 35 കൊല്ലമായി എൻ്റെ ഭാര്യ അന്നമ്മ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അവൻ കൊച്ചുണ്ണിയുടെ ചേട്ടനാ. ഏത് കൊച്ചുണ്ണിയാണ് ചിലർക്ക് പിടികിട്ട് കാണുക? ഏതാ? അങ്ങേര് കുറച്ചുകൂടെ ചൊവ്വുള്ളതായിരുന്നു. അപ്പൊ ചെല്ല് പറയും, എല്ലാവരുടെയും കാര്യം ചെല്ല് പറയും, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 35 കൊല്ലമായി ഈ വിവാഹ ശുശ്രൂഷയെ ആശീർവദിക്കാൻ ഞാൻ വന്നു, എൻ്റെ ഭാര്യ അന്നമ്മ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന് വരെ ഒരു അഭിപ്രായ വ്യത്യാസം. ചുമ്മാ പറയാനടാ, എവിടെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത 2-3 സ്ഥലം ഞാൻ പറയാം. ശിവഗിരി വലിയ കുഴപ്പമില്ല, ദേറായിലും വലിയ, ഏതാ ദേവലോകം അരമനയിലും വലിയ, അങ്ങനെയുള്ള സ്ഥലങ്ങള്. വത്തിക്കാനിലും ഇങ്ങനെയുള്ള പ്രോബ്ലം അധികം എന്നാണ് നിങ്ങൾക്ക് പിടികിട്ട് കാണും. കുടുംബജീവനം നയിക്കുന്ന എല്ലാ വീടുകളിലും ആശയ പശകും അഭിപ്രായ വ്യത്യാസം വരാം. അതില്ലെന്ന് പറയുമ്പോൾ ഓർത്തോണം, അവിടെ അതുപോലത്തെ പ്രശ്നമുള്ളതാ. അതിനൊരു ഉദാഹരണം, ഒരു കഥ കേട്ടിട്ടുണ്ട്. പണ്ട് ബ്രിട്ടീഷ് കുടുംബത്തിൽപ്പെട്ട 2 പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു, ഒരു പുരുഷനും സ്ത്രീയും. 2 പേരും 2 പ്രഭു കുടുംബത്തിൽപ്പെട്ടതാ. ഭർത്താവ് ഒരു പ്രഭു കുടുംബത്തിൽപ്പെട്ടയാള്, ഈ സ്ത്രീയും ഒരു പ്രഭു കുടുംബത്തില. 2 പേരുടെയും വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ആഴ്ച, കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ആഴ്ച ഇവർക്ക് 2 പേർക്കും ഒരു താല്പര്യം, നമുക്കൊരു കുതിരസവാരി നടത്തണം. കുതിരസവാരി ആയിക്കോട്ടെ. അപ്പം വിലപിടിപ്പുള്ള 2 കുതിരയെ മേടിച്ചു, 2 വെള്ളക്കുതിര. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ആഴ്ചയാ. അപ്പൊ ഭാര്യ ഒരു കുതിരപ്പുറത്ത് കയറി, ഭർത്താവും ഒരു കുതിരപ്പുറത്ത് കയറി. രാജവീതി കൂടെ പോവുക, പ്രഭു കുടുംബത്തിൽപ്പെട്ടവരാ. പറയും കുതിര ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞാ വന്ന് കുതിരയും തെളിച്ച്. അല്പം കഴിഞ്ഞപ്പോ ഈ ഭാര്യ കയറിയ കുതിര അല്പം മോശയുടെ കുതിരയായിരുന്നു. അത് ഇടഞ്ഞു. ഈ പുള്ളിക്കാരി അല്പം ശുണ്ടിയുള്ള ആളാ, ഒരാഴ്ചയല്ലേ ആയുള്ളൂ, അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ ഈ കുതിര ഇടഞ്ഞപ്പോ ഇവര് കടിഞ്ഞാണ് വിളിച്ചു പറഞ്ഞു, മര്യാദക്ക് പോകാൻ പറഞ്ഞു കുതിരയോട്. അപ്പൊ ഭർത്താവ് അപ്പുറത്തെ കുതിരപ്പുറത്തിരുന്ന് ചെറുതായിട്ട് ചിരിച്ചു. പുള്ളിക്കാരി പറഞ്ഞു ചിരിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് സംസാരിച്ച് പോയപ്പോ കുതിര പിന്നെ ഇടഞ്ഞുടനെ അവര് വീണ്ടും കടിഞ്ഞാണി പിടിച്ചു പറഞ്ഞു, നിന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് പോകാൻ. ഷൗട്ട് ചെയ്തു. ഉടനെ പുള്ളി അപ്പുറത്തെ കുതിരപ്പുറത്ത്, പുള്ളിയുടെ കുതിരയ്ക്ക് കുഴപ്പമില്ല, പുള്ളി ആ കുതിരപ്പുറന്ന് പിന്നെയും ചിരിച്ച്. അപ്പം മുഖം വല്ലാതെ ചിരിക്കരുത്. പിന്നെ അല്പം മുമ്പോട്ട് പോയി, കുതിര ഇടമ്പനായിരുന്നു, ഇത് പിന്നെ ഇടഞ്ഞവനും വിളിച്ചു വെച്ച് പറഞ്ഞു, മര്യാദയ്ക്ക് പോകാൻ ലാസ്റ്റ് വാണിംഗ് അതിനെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി ഇത് കണ്ട് പിന്നെ അങ്ങ് ചിരിച്ചു. ലാസ്റ്റ് വാണിംഗ് ആന്ന് പറഞ്ഞു. പിന്നെ മുമ്പോട്ട് പോയപ്പോ കുതിര ഇടഞ്ഞു, ഒട്ടും അമാന്തിച്ചില്ല. ഇവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, അന്നേരം ഷൂട്ട് ചെയ്തു, കുതിരയത്തു. ആ മനുഷ്യൻ പിന്നെ മരണം വരെ ചിരിച്ചിട്ടില്ല. മനസ്സിലായി കാണും. കാരണം കുതിരയ്ക്ക് ലാസ്റ്റ് വാണിംഗ് കൊടുത്തു. ആ കുതിര അത് തെറ്റിച്ചപ്പോൾ കുതിരയുടെ ഗതി കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ആഴ്ച പുള്ളി കണ്ടതാ. പുള്ളിക്ക് ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് നിർത്തി. അതുകൊണ്ടാ ചെല്ല് പറയുന്നത് 35 കൊല്ലമായിട്ട് ഇന്ന് വരെ ഒരു കട. കാരണം അന്ന് ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിവും പരിജ്ഞാനമുള്ളവരാ, മനസ്സിലായി കാണും. ഒരു കാര്യം ഇന്ന് രാത്രി പറയാ, എല്ലാ വീടുകളിലും അഭിപ്രായ വ്യത്യാസമൊക്കെ വരും. പക്ഷേ അതെല്ലാം പ്രാർത്ഥനയാലും വചന ശുശ്രൂഷയാലും എല്ലാം പരിഹരിക്കണം. ദൈവത്തിന്റെ മഹത്വം. ഞാൻ മിക്കപ്പോഴും പറയും, അമ്മമാര് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് ആ കാര്യം ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ പറയും, അമ്മമാര് പെൺപിള്ളേരെ ഒരു 7 കൂട്ടം കാര്യം ശീലിപ്പിക്കണമെന്നാ. അങ്ങനല്ലയോ? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. കർത്തദാസനെ, അറിവുള്ള വാക്യമാ. നിങ്ങൾക്കും നാട്ടുകാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കേൾവിക്കാർക്കും ഒന്ന് പ്രയോജനമായിക്കോട്ടെ. ആ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ
ഭർത്തൃപ്രിയരും പുത്രപ്രിയന്മാരും അതിന്റെ 11ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സുബോധത്തോടെ ജീവിക്കണമെന്ന് ആദ്യം എടുത്തിരിക്കുന്നത്. സകല മനുഷ്യർക്കും സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിക്കും. അപ്പൊ ശ്രദ്ധിക്കണം, അവിടെ ഒരു പ്രത്യേക പദം എടുത്തിരിക്കുക. സുബോധത്തോടെ ജീവിക്കണം. ഒരു ദൈവ പൈതൽ ഈ ലോകത്തിൽ സുബോധത്തോടെ. അതെന്നെ അങ്ങനെ പറയാൻ കാര്യം, ആർക്കും സുബോധമില്ല. ഒരുത്തർക്കും സുബോധമില്ലെന്നേ. ആർക്കാ സുബോധമില്ലാത്തത്? അവിടെ എത്ര പേർക്കുണ്ട്? ഏതൊക്കെ ഗ്രൂപ്പുകാർക്കില്ലെന്ന് രണ്ടിന്റെ ഒന്ന് വായിച്ച്. ആർക്കാ സുബോധമില്ലാത്ത? രണ്ടിന്റെ ഒന്ന്. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. വൃദ്ധന്മാർ നിർമ്മതരും ഗൗരവവും സുബോധമുള്ള. അപ്പം വൃദ്ധന്മാർക്ക് സുബോധമില്ല. ചില വീടുകളിലെ ചിലർക്ക് ഒരു 60 കഴിഞ്ഞാൽ ചിലതിന് സുബോധമില്ല. പാടാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പാടും. ചുരുക്കി പറഞ്ഞാൽ നീട്ടി പറയും. സുബോധമില്ല ചിലയിടത്ത്, എല്ലായിടത്തും അല്ല. ചില അപ്പന്മാർക്ക് 60 കഴിഞ്ഞാൽ പിന്നെ സുബോധമില്ല. ഇപ്പൊ അമ്മച്ചിമാര് പറയുക, പാസ്റ്ററെ കുറച്ചുകൂടെ പറഞ്ഞു കൊടുക്കുക, അങ്ങേര് വന്നിട്ടുണ്ട് കുറെ നാളായിട്ട്, ഞാൻ പറയണമെന്ന് ഓർത്താ ഞാൻ പറഞ്ഞ എന്നെ ഇടിക്കും, അതുകൊണ്ട് പാസ്റ്റർ അങ്ങ് പറയും. ഇപ്പം ദൂരെ എന്ന് പറയുന്നതുകൊണ്ട് കയറി തെല്ലുകയില്ല. വന്നിട്ടുണ്ട്. ഈയിടെ അടിച്ചൊരു സുബോധക്കുറവ് ഉണ്ട്. അമ്മമാരുടെ ചിന്തയാ. അപ്പൊ അപ്പന്മാർക്ക് സുബോധമില്ല. പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റത്തില്ല. അടുത്ത വാക്യം വായിച്ചേ. വേറെ ആർക്കാ സുബോധം? അമ്മയ്ക്കും സുബോധമില്ല. അടുത്തത് വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണം. അടുത്തത് എന്ന് വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ. വൃദ്ധമാരും അതെ അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും യേശുവിന് പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്ത. അപ്പൊ അതിനർത്ഥം എന്നാ? അമ്മയ്ക്കും സുബോധമില്ല. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ അപ്പന് സുബോധമില്ല. അപ്പൊ അമ്മ പറഞ്ഞു, അങ്ങേർക്ക് അല്ലേലും സുബോധമില്ല പാസ്റ്റേ, പറഞ്ഞു കൊടുക്ക്. അന്നേരം പരിശുദ്ധൻ പറയാ അമ്മയ്ക്കും ഇല്ലെന്ന്. വൃദ്ധമാരും അങ്ങനെ തന്നെ. അപ്പൊ അമ്മയ്ക്കും സുബോധമില്ല. അപ്പം കൊച്ചു പെൺപിള്ളേര് പറഞ്ഞു, മരുമക്കൾ പറഞ്ഞു, പാസ്റ്റേ രണ്ടിനും ഇല്ല. ആശ്വാസവനിലെ നമ്പർ എന്തെങ്കിലും ഉണ്ട്, ഞാൻ പല പ്രാവശ്യം വിളിക്കാൻ ഒരുങ്ങിയതാ. മനസ്സിലായി കാണും. രണ്ടിനും സുബോധമില്ല. അപ്പനും സുബോധമില്ല, അമ്മയ്ക്കും സുബോധമില്ലെന്ന് മകള് പറയുക. അപ്പം 4-ാം വാക്യം വായിച്ചേ. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയരും പുത്രപ്രിയമാരും സുബോധവും. അപ്പൊ യൗവനക്കാരത്തിക്ക് സുബോധമില്ല. എങ്ങനുണ്ട്? അപ്പൊ അപ്പന് സുബോധമില്ല, അമ്മയ്ക്കും സുബോധമില്ല. അപ്പൊ മരുമകൾ പറഞ്ഞു, അല്ലെ മകള് പറഞ്ഞു, രണ്ടിനുമില്ല. അപ്പൊ പരിശുദ്ധാത്മ പറയാ യൗവനക്കാരത്തിക്കും സുബോധമില്ല. അപ്പൊ സഹോദരൻ പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററെ, ഇതുങ്ങളെ 3-നെയും കൊണ്ട് ഞാൻ കുഴഞ്ഞു. അച്ചായനുമില്ല, അമ്മച്ചിക്കുമില്ല, അവ കൊട്ടുമില്ല. അന്നേരം 6-ാം വാക്യം വായിച്ച്. യൗവനം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ. അപ്പൊ യൗവനക്കാരന് സുബോധമില്ല. ചുരുക്കി പറഞ്ഞ ഒരെണ്ണത്തിന് സുബോധമില്ല. അപ്പന് സുബോധമില്ല, അമ്മയ്ക്ക് സുബോധമില്ല, മകൾക്ക് സുബോധമില്ല, മകനും സുബോധമില്ല. ഇപ്പൊ നിങ്ങൾക്കൊരു ചിന്ത, ഉപദേശമാർക്ക് സുബോധം ഉണ്ടോന്ന്? അച്ഛന്മാർക്ക് ഉപദേശം അതുങ്ങൾക്കും ഇല്ല, മിക്കതിനും. വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 12-11. അറിവുള്ള വാക്യം എന്നാലും ഒന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട്. സഭയുടെ പോപ്പ, പുള്ളിക്കും സുബോധമില്ല. പത്രോസിന് സുബോധം. ചുരുക്കി പറഞ്ഞ ഈ ലോകത്തിൽ മിക്കവർക്കും സുബോധമില്ല. സുബോധമില്ലാത്ത ലോകത്തിൽ ഒരു ദൈവ പൈതൽ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചു വരണം. എന്തിനാണെന്നറിയാമോ? യേശുക്രിസ്തു വരവിന് ഒരുങ്ങാൻ. അതെ. അപ്പോൾ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ കടമകളും ഉത്തരവാദിത്തങ്ങളും 5-ാം അധ്യായത്തിന്റെ 22-ലും അതിന്റെ 25-ൽ. ഇനി 6-ാം അധ്യായത്തിന്റെ 1 വായിച്ച മക്കളോടുള്ള ബന്ധത്തിൽ 6-ന്റെ 1. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ അംഗീകരിക്കണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, മാതാപിതാക്കളെ ആദരിക്കണം. ഞാൻ മരണവീടുകളിലൊക്കെ പോകുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ കർക്കശമായിട്ട് പറയും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരോട് മാന്യമായിട്ട് ഇടപെടണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് മണക്കുകയും ചെയ്യും, ഉമ്മ വെക്കുകയും ചെയ്യും. അതിൻ്റെ ഓരോ എതള് പൊടിഞ്ഞാലും അമ്മയും അപ്പനും കളയത്തുമില്ല. എൻ്റെ മോള് തന്ന പൂവാ റോസാപ്പൂ, അല്ലെ എൻ്റെ മോൻ തന്ന റോസാപ്പൂവാന്ന് പറഞ്ഞ് അത് കൂടെ ഉമ്മ വെക്കുകയും കാണുകയും ചെയ്യും.
അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ വെള്ളവും കൊടുക്കുകയില്ല, മിണ്ടുകയില്ല, മൃഗലിക്കുകയില്ല, അടുത്തും ചെല്ലുകയില്ല. അപ്പനും അമ്മയും മരിക്കുമ്പോൾ നിന്റെ കാശിന്റെ മുഷ്ക് കാണിക്കാൻ കടയിൽ കിടക്കുന്ന പൂവെല്ലാം കൂടെ മേടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന കാണണം. എന്നാ വീഡിയോക്കാർ അവിടെ കണ്ണ് കാണി ഇപ്പം എടുക്കരുതെന്ന്, ഇപ്പം വെക്കരുത്. എന്തിനിങ്ങനെ? ഈ കാശ് ചിലവാക്കണ്ടായിരുന്നല്ലോ ജീവിച്ചിരുന്നപ്പോൾ ഒരു പൂ കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ. ആ പൂ അപ്പനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ അവർ 2 കൊല്ലം കൂടെ ജീവിച്ചിരുന്നേനും. മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞുകൊണ്ട് പൂവെല്ലാം കൂടെ വെച്ചിട്ട് ഈയിടെ അടുത്ത കാലത്ത് ഒരു അടക്കത്തിന് ഞാൻ ചെന്നപ്പം പൂവിൻ്റെ അഭിഷേകമാ. ഞാൻ എതിര് പറയല്ല. പൂവെല്ലാം കൂടെ വെച്ചിട്ട് തല എവിടാ കാലെവിടാന്നറിയാൻ മേല. ഞാൻ കാലിൻ്റെ അവിടോട്ടാ ചെന്നപ്പം പറഞ്ഞു, അച്ഛാ അവിടെ അല്ല, തലയാണ്ട് അവിടെ എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വന്ന ആ തല കണ്ടത് കാണാനൊക്കുന്നില്ല, മുഴുവൻ പൂക്കളാണ്. ഇത്രയും പൂവിൻ്റെ കാശ് വേണ്ടായിരുന്നല്ലോ ജീവിച്ചിരുന്നപ്പം എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കണം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. അങ്ങനെ വേദപുസ്തകത്തിലെ പ്രമാണം. അപ്പനെ അമ്മയും ബഹുമാനിക്കണം. സ്തോത്രം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കവളത്ത് ഒരു ഉമ്മ കൊടുത്താൽ അവർ ആ ഉമ്മ കൊടുത്ത ഭാഗം പിന്നെയും തൂത്തേച്ചു മുത്തും. ഉമ്മ കൊടുത്തേച്ച് നമ്മളെ മക്കളങ്ങ് പോയെങ്കിലും അവര് പിന്നെ കൂടെ തൂത്തേച്ച് മുത്തും. അതാ മാതാപിതാക്കൾ. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മയും കൊടുക്കുക, അടുത്തും ചെല്ലത്തില്ല, സംസാരിക്കത്തില്ല, മിണ്ടുകയില്ല. അപ്പനും അമ്മയും മരിച്ചു കിടക്കുമ്പോൾ വന്നടുത്തിരുന്ന് ഉമ്മ കൊടുക്കുക. അവസാനം പാസ്റ്റർമാരൊക്കെ പറയാം, അച്ഛന്മാരൊക്കെ പറയാം അന്ത്യചുംബനം. അന്നേരം ചുംബനം ചെയ്യുമ്പോഴും വീഡിയോയിലോട്ട് നോക്കിക്കൊണ്ടാണ്. ഇപ്പൊ പിന്നെ ചുംബനം കൊടുക്കുമ്പോൾ എല്ലാം ടിഷ്യൂന്റെ പുറത്താ ചുംബനം. അത് ഒരാളവിടെ നിൽപ്പുണ്ട്, ടിഷ്യൂ. ജീവിച്ചിരിക്കുമ്പോൾ അമ്മയുടെ അപ്പൻ്റെ അടുക്ക ചെന്ന് ഒരു ഉമ്മ കൊടുത്തിരുന്നെങ്കിലോ എന്ത് സന്തോഷമാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നേടി അരി കൊണ്ട് കൊടുത്ത കഞ്ഞി വെച്ച് കുടിക്കും. മുള കുടച്ചതാന്നേലും ചിലപ്പോൾ പ്ലാവല കോട്ടിയാന്നേലും കോരി കുടിക്കും. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗുണവും ചെയ്യത്തില്ല. ചത്ത് കഴിഞ്ഞിട്ട് അതെല്ലാം മാരി ഇട്ടിട്ട് എന്തെടുക്കാനാ? അപ്പോൾ നാം ചെയ്യേണ്ട ചില കടമകളുണ്ട്. സ്തോത്രം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്ത് അല്ലെ അവരുമായിട്ട് സഹകരിച്ചാൽ എന്ത് സന്തോഷമാണ്. മാതാപിതാക്കളെ അന്വേഷിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. അപ്പനെ അമ്മയെ അനാഥശാലയിൽ, വൃദ്ധമന്ദിരത്തില്, വൃദ്ധസദനത്തിലൊക്കെ വിടുന്ന പ്രാർത്ഥിക്കുന്നവരും ചിലർ ചെയ്യുന്നുണ്ട്. അത് പാടില്ല. വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. ഈ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് തന്നിരിക്കുന്ന കർക്കശ ഉപദേശം. ഞാൻ ഈ കാര്യമൊക്കെ ഇന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഈ ചില ആൾക്കാർ പറയുന്നത് ഇതുങ്ങൾ അങ്ങ് ബഹളവും മെപ്പറാളവും എന്തുവാണോ എല്ലാം കൂടെ കിടന്ന് അലക്കുക എന്നതാ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യം ഞങ്ങൾ സഭയെ പറയും. ചില പറയുന്നത് ചുമ്മാ കിടന്നങ്ങ് ആർവാ വെച്ചേച്ച് പോവുക. നല്ലല്ല, ഞങ്ങൾ സഭയ്ക്കകത്ത് നന്നായിട്ട് കാര്യം പറയും, പിന്നെ ആരും അനുസരിക്കുന്നില്ല മിക്കവരും. ഇതൊക്കെയായി സഭയ്ക്കകത്ത് പറയും, നന്നായിട്ട് പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞത്, ഒരു ആരാധനയ്ക്കൊന്ന് വന്ന് നീ ഇതിനകത്ത് എന്നതായി പറയാനൊന്ന് കേൾക്ക്. വെളിയിൽ നിന്ന് ചന്തും ബിന്ദും പറഞ്ഞേച്ച് പോകാതെ, ആ തല്ലും അടിക്കും വേറെ പുസ്തകം കത്തിക്കും എന്ന് പറഞ്ഞ് പോകാതെ നീ ഒരു കൂട്ടായ്മയ്ക്ക് വാ. എന്തുവാ ഇതിനകത്ത് പറയുന്നൊന്ന് കേക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളാ, ഗുണദോഷങ്ങളാ പറഞ്ഞു കൊടുക്കുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് കർക്കശമായി പറഞ്ഞു, മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. അങ്ങനല്ലേ ദൈവദാസനെ ആ വാക്യം? തിമോഥെയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണമെന്ന ഒന്ന് വായിച്ച് ആ തിരുവെടുത്തൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പ്രബോധിപ്പിക്കാം. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കാം. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യണം. എന്നെ കേൾക്കുന്നവരോട് പറയാം, മാതാപിതാക്കൾക്ക് മക്കൾ പ്രത്യുപകാരം ചെയ്യണം. എന്തുവാ പ്രത്യുപകാരം? ഞാൻ അവസരം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും ചില കാര്യങ്ങളുടെ വെളിച്ചത്തിൽ പറയാനുണ്ട്. മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. എന്തുവാ പ്രത്യുപകാരം? മനസ്സിലാകുന്ന ഭാഷയെ പറയാം. ഇങ്ങോട്ട് നോക്കിക്കേ, കുനിഞ്ഞിരുന്ന ഞാൻ പിന്നെ ആരോട് പറയാനാ? ഗുണദോഷങ്ങളായി പറഞ്ഞു തരുന്നത്. സ്തോത്രം. നിങ്ങളെ നമ്മുടെ പെന്തിക്കോസ് ഭാഷ പറഞ്ഞാൽ ഇളക്കാൻ അറിയാം. ഇന്ന് ഇളകണ്ട, ശാന്തമായിട്ട് ഇത് കേട്ട് നമ്മുടെ ജീവിതത്തെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തി കർത്താവിൻ്റെ വരവിനൊരുങ്ങണം. മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണം. എന്തുവാ പ്രത്യുപകാരം? ഉദാഹരണം പറയാം. നമ്മൾ ഈ ദേശക്കാരായതുകൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും. ഉദാഹരണം,
ഞാനും നിങ്ങളും ചെറുപ്പത്തിൽ 6 മാസം ഇല്ല 7 മാസം 8 മാസം പ്രായമായപ്പോൾ, നമ്മൾ ആഹാരം കഴിക്കാൻ പ്രായമായപ്പോൾ പഴയ അമ്മമാരൊക്കെ അങ്ങനെ ചോറ് നന്നായിട്ട് വേവിക്കും. ഇപ്പോഴല്ലേ പിള്ളേർക്ക് പുതിയ പുതിയ ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. സ്തോത്രം. പണ്ടൊന്നും ഇതില്ല, ചോറാ കൊടുക്കുന്നത്. കൂടുതലും ചോറ് നന്നായിട്ട് വെന്ത ചോറ് നന്നായിട്ട് വേവിച്ചേച്ചേ. ഈ ദേശക്കാരായതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകും. മീനുമൊക്കെ ഉണ്ടല്ലോ, മീൻ കൂട്ടാൻ വെച്ച എരിവൊക്കെ അതിൻ്റെ പരുവത്തിന് കുഞ്ഞുങ്ങളുടെ ചുണ്ടും കിറിയും എരിയാതിരിക്കത്തക്ക വിധത്തിൽ അമ്മ അതിൻ്റെ പരുവത്തിനാക്കി വെച്ച മീൻ പൊളിച്ചേ അതെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഞെക്കും, മുള്ളിൻ്റെ തരി വല്ലതും ഉണ്ടോ എന്നറിയാൻ. അമ്മ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഒന്നുകൂടെ ഞെക്കി നോക്കും, മുള്ളിൻ്റെ തരിയില്ലെന്ന് ഉറപ്പാകുമ്പോൾ അത് ചോറിനകത്തിട്ട്, ഞാൻ കുട്ടനാടൻ ഭാഷ പറയുന്ന ഒന്ന് പെരകി വായിലോട്ട് വെച്ച് തരും അമ്മ. അതാ അമ്മ. അത് ആവശ്യം പോലെ വാരി നമുക്ക് തരും. അങ്ങനെയൊക്കെ ചെയ്ത് അമ്മമാരിരിപ്പുണ്ട്, അത് അനുഭവിച്ചവരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതാ അമ്മ. അത് വാരി വാരി നമ്മുടെ വായി വെച്ച് തരും. അമ്മ ചിലപ്പം രാവിലെ കുളിച്ച് കാണുകയല്ല, വീട്ടിൽ പിടിപ്പത് ജോലിയുണ്ട്, തുണി കഴുകിയിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, അമ്മയുടെ ദിനചര്യകളൊന്നും നടന്നില്ല. പക്ഷെ നമ്മുടെ കാര്യം ക്രമീകരിച്ചേ അമ്മ ബാക്കി കാര്യത്തിന് പോകും. ഇതെല്ലാം വാരി വെച്ച് വയറ് നിറഞ്ഞ നമ്മയ്ക്ക് ബോധ്യം വരുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തോട്ട് തുപ്പും. എന്നാലും ഇച്ചിരിയും കൂടെ തരും. അപ്പം മനസ്സിലായി വേണ്ടാന്ന്. അപ്പം വെള്ളമെടുത്ത് മുഖം കഴുകിയല്ലേ കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മളെ ക്രമീകരിച്ചേ അമ്മയുടെ കാര്യത്തിന് അമ്മ പോകും. ഇത് മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ മക്കൾ തിരിച്ചു ചെയ്യണം. അതാ പ്രത്യുപകാരം. വേണ്ടേ? അല്ല നീ ഇങ്ങനെ തുള്ളിച്ചാടി മറുഭാഷ മാത്രം പറഞ്ഞ് ചെറുതനെന്ന് ആനാരി വരെ പോയി, ആനാരിന്ന് ഉണ്ടായിട്ട് ചെറുതനെ വരെ പോയി, അവിടുന്ന് പിന്നെ കാരിച്ചാലിന് കടത്ത് കയറി ഇറങ്ങിയിട്ടൊന്നും കാര്യമായില്ല. ഒക്കെ എന്തെങ്കിലും ആഴ്ചയിലൊന്ന് കുമ്പനാട്ടും പോയി പൊക്കോ. പക്ഷെ ഇത് ചെയ്യണം. നമ്മളെ അമ്മ അങ്ങനെ ചെയ്തല്ലേ അമ്മയുടെ കാര്യം. ഇത് പ്രതിപകാരം തിരിച്ചു ചെയ്യണം. അടുത്ത കാലത്ത് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, സൂസമ്മേ അമ്മച്ചിക്ക് എങ്ങനുണ്ട്? ആ കിടപ്പാ. ഞാൻ ചോദിച്ചു, എന്നാലും എങ്ങനുണ്ട്? എഴുന്നേക്കത്തില്ല, കിടപ്പാ. ഞാൻ ചോദിച്ചു, ഓർമ്മയൊക്കെ ഉണ്ട്? ഓർമ്മയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല, കിടപ്പാ. എന്നിട്ട് പറഞ്ഞ് എല്ലാം കിടക്കയല്ല. ആ ഞാൻ ചോദിച്ചു, ആഹാരം കഴിക്കുമോ? താല്പര്യമുണ്ട്. ആ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ഒന്നും ഞങ്ങൾ കൊടുക്കുകയല്ല. അയ്യോ അതെന്നാ? എല്ലാം കിടന്നുകൊണ്ടായത് കൊണ്ട് ബുദ്ധിമുട്ടാ. കണ്ടോ? നമ്മുടെ കുഞ്ഞുനാളിൽ അമ്മ അങ്ങനെ ചെയ്തില്ലല്ലോ. ഞാൻ ഓപ്പണായിട്ട് പറയാം, നമ്മൾ വയറിളകിയപ്പോഴും പനി വന്നപ്പോഴും ദീനം വന്നപ്പോഴും അമ്മ അങ്ങനെ ചെയ്തില്ല. വയറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പോഴും ഛർദ്ദിച്ചപ്പോഴും എല്ലാം അമ്മ കഞ്ഞിവെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്ത് പിന്നെയും നമുക്ക് തരിക, അല്ലെ കരിക്കും വെള്ളം, അല്ലെ തത്തുല്യമായ വെള്ളം നമുക്ക് കൂടെ അമ്മ തന്നോണ്ടായിരുന്നത്. അല്ലെങ്കിൽ അമ്മ വയറളുക എന്നോർത്ത് അമ്മ തരാതിരുന്നില്ല. ഇത് മക്കൾ മാതാപിതാക്കൾക്ക് തിരിച്ചു ചെയ്യണം. എന്നെ ആർക്കും ഉണർവൊന്നുമില്ല, എനിക്കറിയാം ഉണരുകയല്ലെന്ന്. കുരുക്കൊപ്പിച്ച് വെച്ചിരിക്കുന്നവർക്ക് ആർക്കും ഉണരാനൊക്കുകയല്ല. ഇത് പ്രാഗൽഭ്യത്തോടെ ചെയ്തവർക്കും അനുഭവിച്ചവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒക്കും. ദൈവത്തിന് മഹത്വം. തിരിച്ചു മക്കൾ ചെയ്യണം പ്രത്യുപകാരം. അമ്മ കടയിൽ പോയപ്പോൾ, തുണിയലക്കാൻ പോയപ്പം, കടവിൽ പോയപ്പം, കല്യാണത്തിന് പോയപ്പം, വിരുന്ന് വീട്ടിൽ പോയപ്പോൾ, പീടിയെ പോയപ്പോൾ, എവിടെ പോയാലും അമ്മയുടെ ഒക്കത്ത് നമ്മളുണ്ടായിരുന്നു. മക്കള് ഇത് തിരിച്ചു ചെയ്യണം. അമ്മയ്ക്കും അപ്പനും ഒക്കെ പ്രായമാകുമ്പോൾ കല്യാണത്തിന് പോകാനോ എന്തെങ്കിലും ചടങ്ങിനൊക്കെ പോകാൻ ആഗ്രഹവും താല്പര്യവും ആരോഗ്യം ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകണമെന്നാ പറഞ്ഞതിന്റെ സാരം. മനസ്സിലായോ? ഞങ്ങൾക്കൊരു തള്ളയുണ്ടായിരുന്നു, നമ്മളവിടെ പോയതല്ലേ. അവർക്ക് 98 വയസ്സുണ്ട്. ഇപ്പം 100 ആകാറായി. 98 വയസ്സുണ്ട്. അപ്പോൾ ഒരു അമ്മ മിടുക്കിയായിരുന്നു. മക്കളെല്ലാം കൂടെ ഒരു വീട് കയറി താമസത്തിന് പോകാനൊരുങ്ങി. അപ്പം അമ്മച്ചി പറഞ്ഞു, എടി ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു. നിങ്ങളങ്ങനെ അവിടെ എങ്ങനെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. തള്ളയൊന്നും വേണ്ടി, തള്ള നല്ല ഏകജല്ലി തള്ളയായിരുന്നു. തള്ളയൊന്നും വേണ്ടിയില്ല. ഇവര് ഒരുങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ്സിനാണ് പോകുന്നത്. അപ്പം അമ്മയെ കൊണ്ടുപോകണ്ടല്ലെന്ന് ഓർത്താ. അമ്മ എന്തെടുത്ത് അവരങ്ങോട്ട് പോയപ്പോൾ അമ്മ ഈ വഴി കൂടെ ചെന്ന് ഇവർക്ക് മുന്നേ റോഡ് ചെന്നേച്ച് ഒരു ബൈക്കുകാരൻ്റെ കൈ കാണിച്ചു. 96 തള്ള. നമ്മൾ ഓർക്കുന്നില്ലേ? നമ്മളോട് പറഞ്ഞല്ലേ? ഇവരതിലെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുക ബസ് കിട്ടാൻ. നല്ല അന്നേരം കുറുക്ക് കയറി അവിടെ ചെന്നേച്ച് ബൈക്കാ വന്നതിന് കൈ കാണിച്ചു. അവൻ ഒരു പ്രായമുള്ള അമ്മയാണെന്ന്, അമ്മച്ചി എവിടെ പോകാനാ? മോൻ എന്നെ അങ്ങോട്ടൊന്ന് ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, അമ്മച്ചി കയറുക? പിന്നെ നീ ബൈക്ക് നിർത്തി, ഞാൻ കയറി വന്ന്. അവളെ ആടി ബൈക്കിൻ്റെ പുറകിരുന്ന് അവനെ അള്ളിപ്പിടിച്ചു. അപ്പം ഇച്ചിരി അങ്ങോട്ട് പോയപ്പം ഈ തള്ള ഇവനും കൂടെ അങ്ങ് ലോഹ്യമായി.
അപ്പൊ അവൻ ചോദിച്ചു, അമ്മച്ചിക്ക് എവിടാ പോകണ്ടേ? എടാ എനിക്ക് ഇന്നെടുത്താൻ പോകണ്ട, നീ എന്നെ ഒന്ന് വിടാവോ എന്ന്. ഉടനെ അവൻ ചോദിച്ചു, അമ്മച്ചി കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, നീ അങ്ങ് ബൈക്ക് ഓടിച്ചാൽ മതി എന്ന്. അവന്റെ ബൈക്കിന്റെ പുറകിൽ നിന്ന് 94 തള്ള കയറി താമസം നടക്കുന്ന വീട്ടിൽ ചെന്നു. മോളും മരുമനും എല്ലാം മെസ്സേജ് ചെന്നിറക്കുമ്പോ തള്ള അലുവ തിന്നോണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? അങ്ങനത്തെ അമ്മമാരും ഉണ്ട്. ഒരു കാര്യം പറയാം, മാതാപിതാക്കൾക്ക് മക്കൾ പ്രത്യുപകാരം ചെയ്യണം, അത്യാവശ്യമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ ആദരിക്കണം. 10 മാസവും നൊന്ത് വേദനിച്ച അമ്മ പ്രസവിച്ചത്, അത് അമ്മയോട് ചോദിക്കണം. എല്ലാവരും അമ്മമാർക്കറിയാം. അവരെ അനാഥശാല വിടരുത്, വൃദ്ധസദനത്തിൽ വിടരുത്. കഴിയുമെങ്കിൽ നമ്മൾ തന്നെ വേണം അവരെ ശുശ്രൂഷിക്കാൻ. അതാ ചെയ്യേണ്ടത്. ഞാൻ ദീർഘമാക്കുന്നില്ല, കാരണം ചിലർക്ക് ഇങ്ങനത്തെ പ്രസംഗമൊന്നും ഇഷ്ടമല്ല. അവർക്ക് ഇന്ന് രാത്രി നന്നായിട്ടൊന്ന് ഇളക്കുന്നതായിരുന്നു ഇഷ്ടം. ഇളക്കാനാണെങ്കിൽ കേറ്ററിങ്ങിനിടയ്ക്ക് പോകുന്നതാണ് നല്ലത്. അവിടെ ഒത്തിരി സാധനം ഇളക്കാനുണ്ട്, അടി പിടിക്കാതിരിക്കാൻ. നമുക്ക് ഇന്ന് രാത്രി ചില ഗുണദോഷങ്ങൾ അങ്ങ് പറയാം. കാരണം എനിക്ക് ചുമയും ബുദ്ധിമുട്ടുമായതുകൊണ്ട് ശാന്തമായിട്ട് ഇന്ന് ചില ഗുണദോഷം പറയാം. ആരേലും ഗുണപ്പെടട്ടെ. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ ആദരിക്കണം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ അപ്പനെ അമ്മയും ബഹുമാനിക്കണം. ഉറപ്പിച്ചും തറപ്പിച്ച് പറയാ, നീ മാതാപിതാക്കളെ ആദരിച്ചാൽ, ശുശ്രൂഷിച്ചാൽ അറിയാത്ത വഴിയും നന്മയും ദൈവം ഒരുക്കി തരും. ദൈവത്തിന് മഹത്വം. ഇനി പിതാക്കന്മാരോട് പറയുക, 4-ാം വാക്യം, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. മക്കൾക്ക് പത്യോപദേശം കൊടുക്കണം. ഈ 119-ാം സങ്കീർത്തനം പിള്ളേരെ കാണാതെ പഠിപ്പിച്ച് PYPക്കോ YPCക്കോ CAക്കൊക്കെ പറയുന്നത് നല്ലതാ. പക്ഷേ 119 പഠിപ്പിക്കുന്നതിലും നല്ലത് പിള്ളേർക്ക് പത്യോപദേശം പറഞ്ഞു കൊടുക്കണം. വേണ്ടേ? പിള്ളേരെ അത് പറഞ്ഞു കൊടുക്കണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, നരച്ചവന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ എപ്പോഴും പറയും, പണ്ട് നിങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ ഇപ്പോഴതൊന്നും പിള്ളേരെ പഠിപ്പിക്കുന്നില്ല, പിള്ളേർക്കും വലിയ താല്പര്യമില്ല. പ്രായമുള്ള അപ്പൻ ഭൂമുഖത്ത് തിണ്ണേലിരിക്കുകയാണെങ്കിൽ കൊച്ചു പെൺപിള്ളേര് അകത്ത മുറിയിൽ നിന്ന് തിണ്ണേലോട്ട് വന്ന അമ്മമാര് പറയും, റെഡി ഇച്ചാനെ പിടിക്കുന്ന അപ്പുറം കൂടെ പോകാൻ പറയും. ഇല്ലേ? പറ. പണ്ട് അങ്ങനെ എളുപ്പം ഇതിലേക്കൂടെ ഇറങ്ങി പോകുന്നതാണെങ്കിലും അമ്മമാര് സമ്മതിക്കല. ഇതുവഴി ഇച്ചാനെ പിടിക്കുന്ന അപ്പുറം കൂടെ പോകാൻ പറയും. അന്നത്തെ കാലം. ഇപ്പോഴോ? ഇപ്പൊ ഇച്ചായനാന്നും പറഞ്ഞ് മാറിക്കുന്ന ഒറ്റയടിക്ക് തന്നെ കനാലി കളയും. കാരണം അവർക്ക് ഇതെല്ലാം വന്നോണ്ടിരിക്കുക വാട്സപ്പിനകത്തൂടെ, അതെല്ലാം കൂടെ. അവളത് കണ്ടോണ്ടാ വരുന്നത്. കാരണം അവിടെ നിന്ന് നീ ഇച്ചാനെ നമ്മുടെ ഒറ്റയടിക്ക് തന്നെ പമ്പയാറ്റി കിടക്കും. കയറി വരുമ്പം അവിടെ അനിയത്തി വരുന്നുണ്ട്, കാലുമടക്കി വീണ്ടും. അങ്ങനത്തെ കാലമാ. പണ്ട് അപ്പന്മാരും അല്ലെ മൂത്ത ആങ്ങളമാരും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഉറക്കെ സംസാരിക്കുക പോലുമില്ല. അത് വളരെ സൂക്ഷിച്ച സംസാരിക്കുകയല്ലെന്നല്ല, വളരെ സൂക്ഷിച്ച ബഹുമാനമാ. നമ്മൾ ഈ ദേശക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ പറഞ്ഞാൽ മനസ്സിലാകും. വാതുക്കൽ ഉച്ച കഴിഞ്ഞോ അല്ലെ 4 മണി സമയത്തോ അല്ലെ വാതുക്കൽ രാവിലെ എപ്പോഴേലും സ്ത്രീകൾ ആ പടിയിൽ അവരുടെ വാതുക്കൽ ഇരിക്കുക. വഴിയിൽ കൂടെ ഒരു പുരുഷൻ പോയാൽ അമ്മമാർ പറയും, റെഡി, ആ 2 ആണുങ്ങൾ പോകുന്ന എഴുന്നേക്കാൻ പറയും. ഇരിക്കുക. ഒന്നാമത് ഇരിക്കുകയല്ല, അഥവാ ഇരുന്നാൽ തന്നെ തലവട്ടം കാണുമ്പോൾ ചാടി എഴുന്നേക്കും. ഒന്നേ അകത്തോട്ട് പാറില്ല, മാറും. ഇന്ന് നേരെ തിരിച്ചാ, അയ്യോ അതിലേ പോകണ്ട, അവിടെ ഒരു അമ്മാമ്മ ഇരിപ്പുണ്ട്, നമുക്ക് ആറ്റി ചാടി പാതിച്ച് അപ്പുറം കയറി പോകുന്നതല്ല. നേരെ എതിരായി. കാരണം വെറുതെ എന്തിനാ പുലിമടക്കാത്തിയെന്ന്. അങ്ങനത്തെ കാലമാ. ബഹുമാനിക്കുന്നില്ല, ബഹുമാനം കൊടുക്കുന്നില്ല. പ്രായമുള്ള മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഞാൻ എല്ലായിടത്തും എപ്പോൾ ഇത് കർക്കശമായി പറയും. പ്രായമുള്ള അമ്മ, വൃദ്ധയായ അമ്മ ചിലപ്പോൾ കുളിക്കാനായിട്ട് ചൂടുവെള്ളം വേണം, അതുകൊണ്ട് കൊടുക്കണം. വെള്ളം തിളപ്പിച്ചേ, അത് വെട്ടി തിളപ്പിക്കരുത്. 140 ഡിഗ്രി സെൽഷ്യസ് തിളപ്പിച്ചിട്ട് അമ്മച്ചിയെ ഒത്തിരി നാൾ കൊണ്ടൊന്ന് കുളിപ്പിക്കണം എന്ന് ഓർക്കുക. ഏതായാലും ഇന്ന് ഈ ആഴ്ച അമ്മേനെ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കരുത്. വെള്ളം കാലമായൊന്ന് കൈയിട്ട് നോക്കുമ്പോൾ അറിയാം. അതെടുത്ത് ബാത്റൂമിലോ തത്തുല്യമായ സ്ഥലത്ത് കൊണ്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് പ്രായമുള്ളവർക്ക് കൈ ഒന്നും വഴങ്ങി കിട്ടുകയില്ല. ഈ ദേഹത്തൂടൊക്കെ നൊരയ്ക്കുന്നത് പോലെ തോന്നും. അതാ തുള്ളനെഴഞ്ഞ് നടക്കുമെന്നൊക്കെ പ്രയോഗമുണ്ടല്ലോ. തോന്നും, ഒന്നുമില്ല, പക്ഷെ അങ്ങ് തോന്നുക. അപ്പൊ അത് ആ ഇഞ്ചയോ അല്ലത്തെ ഈ വാഴയില നന്നായിട്ട് ചെറുതായിട്ട് കീറി കയ്യെ വെച്ചൊന്ന് തിരുമി മയം വരും. അതെടുത്ത് കൊച്ചു പെൺപിള്ളാരോ മരുമകളോ മോളോ ഉണ്ടെങ്കിൽ അമ്മയുടെ ദേഹം പുറമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. ചിറകെ തൊണ്ടിട്ട് തേക്കരുത്.
പ്ലസ് ഇന്നലെ പൊതിച്ച പച്ചത്തേങ്ങയുടെ തൊണ്ട് കിടപ്പുണ്ട്, പപ്പാതി മുറിച്ചോണ്ട് അമ്മച്ചിയെ നമുക്ക് കുനിഞ്ഞു നിർത്തി ഒന്ന് തേക്കണം. ഒത്തിരി നാൾ കൊണ്ട് അമ്മച്ചി ഒന്ന് അങ്ങനെ ചെയ്യരുത്, ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ചെയ്തു കൊടുത്തേച്ച് നീ ഒത്തിരി പ്രാർത്ഥിക്കണ്ട, ദൈവമേന്ന് വിളിച്ചാൽ മതി, നന്മയുടെ വഴി ദൈവം ഒരുക്കും. ഒരുക്കും. നിന്റെ ഹൃദയത്തിന് ഞരക്കമറിയുന്ന ഒരു ദൈവമുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ ആദരിക്കണമെന്ന് ഞാൻ അധികം ദീർഘമാക്കുന്നില്ല. അങ്ങനെ ദീർഘമാക്കാതിരിക്കുന്നതാണല്ലോ ചിലർക്ക് ഇഷ്ടവും. സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഇനി ദാസനോട് യജമാനനോട് ആ കാര്യം കർക്കശമായി പറഞ്ഞു. ദാസന്മാരോട് പറയുക, യജമാനനുണ്ടെന്നോർത്ത് അദ്ദേഹത്തെ ദണ്ഡിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്, ചെയ്യുന്ന ജോലിയുടെ കൂലി മേടിക്കുക. അല്ല അതിന്റെ പ്രമാണം. ഒരു കൂട്ടായ്മയിലാ കൂടുന്നത്, കണ്ടമാനം ബുദ്ധിമുട്ടിക്കരുത്. യജമാനന്മാരെ പറയാ, നിങ്ങൾക്കും അവർക്കും ഒരു യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്തോണം. ന്യായമായിട്ട് ഇടപെടണം. വീട്ടിൽ ജോലിക്ക് വരുന്നവരോട്, വീട്ടിൽ അധ്വാനിക്കാൻ വരുന്നവരോട് മാന്യമായിട്ട് ഇടപെടണം. ഞാൻ എപ്പോഴും പറയും, വീട്ടിൽ പണിക്ക് തെങ്ങിന് തടവെടുക്കാനോ കണ്ടത്തി പണിക്കോ അല്ലെങ്കിൽ ജോലിക്ക് വരുന്ന അച്ചായന്മാർ കാണും. കൊച്ചു പിള്ളേരെ കൊണ്ട് അവരെ പേര് വിളിപ്പിക്കരുത്. മനസ്സിലായോ? പെന്തിക്കോസുകാരനും കൂടെ ആയി പറയുന്നേ. വീട്ടിൽ അടുക്കള ജോലിക്ക് വരുന്ന അമ്മ കാണും, പ്രായമുള്ള, അവരുടെ സാഹചര്യം കൊണ്ടാണ് വരുന്നത്. കൊച്ചു പെൺപിള്ളേരെ കൊണ്ട് പേര് വിളിപ്പിക്കരുത്. വേണ്ടേ? പേര് സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു വീട്ടിൽ ഞാനോട് ഇരിപ്പുണ്ട്, അവിടെ യോഗത്തിന് ചെന്നതാ. അല്പം നേരത്തെ ചെന്നു. നേരത്തെ എല്ലാം കാര്യം എന്നെ ഒരാൾ കൊണ്ട് വിട്ടേച്ച് പുള്ളിക്ക് പോകണമായിരുന്നു, കൊണ്ടാണ് നേരത്തെ അവിടെ കൊണ്ടിരുത്തിയത്. ഞാനത് പിന്നെ വാടകത്തെ റൂമിൽ നിന്ന് ചെന്നപ്പോൾ വേറെ പുസ്തകം വായിച്ചു. ആ വീട്ടിലെ ഉദ്ദേശം ഒരു 12 വയസ്സ് കാണും, പെങ്കൊച്ച്. അപ്പൊ ആ വീട്ടിലെ അടുക്കളപ്പണിക്ക് വന്നൊരു അമ്മ, പ്രത്യക്ഷ ലക്ഷണത്തിലെ ഒരു 65-70 വയസ്സ് കാണുമായിരിക്കാം, എങ്കിലും ഒരു 65 വയസ്സുണ്ട്. അപ്പൊ അല്പം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി, ഞാനവിടെ ഇരിപ്പുണ്ട്, ഇവിടെ അകത്തുനിന്ന് തങ്ക ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറഞ്ഞു. ഞാനത് ശ്രദ്ധിച്ചു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പം അവരടുക്കളയിൽ എന്തോ തിരക്ക് പിടിച്ച ജോലിയാ, അന്ന് യോഗമൊക്കെ നടക്കുകയല്ലേ. പിന്നെ ഇവള് പറഞ്ഞു, തങ്കയോടല്ലേ പറഞ്ഞ ഇങ്ങോട്ട് വരാൻ. 12 വയസ്സേ ഉള്ളൂ. ഞാൻ ഇവളെ ഒന്ന് നോക്കി, അടുക്കള കാണാനൊക്കത്തില്ലെങ്കിൽ ആ ഭാഗത്തോട്ട് ഇങ്ങനെ നോക്കി, ആള് വരുന്നില്ല. പിന്നെ അല്പം കഴിഞ്ഞപ്പോ ഇവള് ഷൗട്ട് ചെയ്ത് തങ്കയോടല്ലേ, പിന്നെ വേറൊരു ഭാഷയും കൂടെ പറഞ്ഞു. അപ്പൊ അകത്ത് നിന്നൊരമ്മ ഇപ്പോഴും ഓർക്കുന്നു, പെട്ടെന്ന് കൈ തുടച്ച് ഓടി, അയ്യോ കുഞ്ഞെ, ഞാൻ വേറൊരു കാര്യം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മോനെ. അപ്പോൾ ഇവള് ഷൗട്ട് ചെയ്തു. അല്ലെങ്കിലും തങ്കയ്ക്ക് അങ്ങനെ അത് എന്തോ കാര്യമായി എടുത്തു കൊടുത്തേച്ച്, അമ്മ ഞാൻ ഇന്ന് അതിലേക്കൂടെ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മച്ചിയുടെ പേരെന്തുവാ? എൻ്റെ പേര് തങ്കമ്മ. വളരെ വിനയത്തോടെ, എൻ്റെ പേര് തങ്കമ്മ. എവിടാ വീട്? സ്ഥലം പറഞ്ഞു. സ്ഥലം ഞാനിപ്പോൾ പറഞ്ഞ അതറിയാം, അതുകൊണ്ടാണ്. നിങ്ങളോടൊക്കെ ഞാൻ പറയുമായിരുന്നെന്ന്. നല്ല ഏലായി. ഇന്നടത്താ സ്ഥലം. ഞാൻ ചോദിച്ചു, ഇവിടെ ഞാൻ ഇടയ്ക്ക് വന്ന് സഹായത്തിനൊക്കെ വരും, പല കാര്യങ്ങളല്ലേ. ഞാൻ ചോദിച്ചാ കുട്ടി, അയ്യോ ഇവിടുത്തെ മോട കൊച്ച. അപ്പൊ അവിടെ അമ്മയും കേട്ടോണ്ടിരിക്കുക, വല്യമ്മയും കേട്ടോണ്ടിരിക്കുക. താക്കീത് കൊടുക്കണ്ടേ? അവിടെ വല്യമ്മയുടെ പ്രായമുള്ള ആ സ്ത്രീയെ തീർത്ത് വിളിച്ചതും അതും പരുഷമായിട്ടാണ് വിളിച്ചത്. പാടില്ല. വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, ദൈവത്തെ വിളിക്കുന്നവരോട് പറയാം, മറ്റുള്ളവരെ ബഹുമാനിക്കണം. പ്രായമുള്ള മാതാപിതാക്കളെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ. അതാ ഞാൻ പറഞ്ഞ 119 സങ്കീർത്തനം മോളെ കൊണ്ടും മോനെ കൊണ്ടും കാണാതെ പഠിപ്പിച്ച് ട്രോഫി വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഷോക്കേസ് വെച്ചേച്ച് വരുന്നവരോടല്ല മോക്ക് കിട്ടിയത് 119 കാണാതെ പറഞ്ഞേനെ. അത് നല്ലത്. അതിലുപരി ആമൻ നല്ല ഗുണദോഷങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് അത്യാവശ്യമാണ്. ദൈവത്തിന് മഹത്വം. മാതാപിതാക്കളെ ബഹുമാനിപ്പാൻ, മൂത്തവരെ ബഹുമാനിപ്പാൻ, ആദരിക്കുവാൻ, ശുശ്രൂഷിപ്പാനൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇങ്ങനെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും പിതാക്കന്മാരോടും ദാസനോടും യജമാനനോടും എല്ലാം ഉപദേശം കൊടുത്തേച്ച് 10ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുക, ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. ആമേ, കുടുംബജീവിതം നന്നായി വരണമെങ്കിൽ ഭാര്യയും ഭർത്താവും കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം.
നിന്റെ മക്കളെല്ലാം നല്ല നിലയിൽ വളർന്നും സഹകരിച്ചും വരണമെങ്കിൽ അവൻ മാതാപിതാക്കൾ ആത്മാവിൽ ബലപ്പെടണം. അവൻ മാതാപിതാക്കൾ നല്ല നിലയിൽ ഇടപെടണമെങ്കിൽ മക്കളെല്ലാം കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം. ദാസനെ യജമാനനും സഹവർത്തിത്വം പുലർത്തി ജീവിക്കണമെങ്കിൽ രണ്ടു കൂട്ടരും ആത്മാവിൽ ബലപ്പെടണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ അന്ത്യകാലത്ത് എനിക്ക് നിങ്ങൾക്കും ആവശ്യം ആത്മാവിന്റെ ബലമാ. കായബലമല്ല, പൊളിറ്റിക്കൽ ബലമല്ല, സാമുദായിക ബലമല്ല, രാഷ്ട്രീയ ബലം ഒന്നുമല്ല, സാമ്പത്തിക ബലമല്ല. നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ബലമാ. ഈ ദുഷ്ടലോകത്തിൽ പാപലോകത്തിൽ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയിൽ ബലപ്പെടണം. ഇന്ന് രാത്രി മഹായോഗത്തിന്റെ ഒടുവിൽ പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവീ. ഇത് പൗലോസ് എഫേസ്യരോട് പറയാൻ കാരണം, എഫെസോസ് സഭയുടെ ആരംഭം വേദപുസ്തകം പഠിക്കുന്നവരൊക്കെ അറിയാം. പോരാട്ടങ്ങളുടെ നടുവിലായി സഭ തുടങ്ങുന്നത് പൗലോസിന്റെ മൂന്നാമത്തെ മിഷണറി യാത്ര, അതിലായി സഭ തുടങ്ങുന്നത്. രണ്ടാം യാത്രയിൽ എഫെസോസിൽ വന്നു. അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു കുറച്ചു നാൾ ഇവിടെ പാർക്കാൻ. പൗലോസ് പറഞ്ഞു ഒക്കത്തില്ല, ദൈവം അനുവദിച്ചാൽ പിന്നെ വരാം. പൗലോസ് അവിടെ നിന്ന് പോയപ്പോൾ അലക്സാന്ദ്രിയക്കാരനും തിരുവഴുത്തിൽ അവൻ വാഗ്വൈഭവമുള്ള വലിയ ഉപദേശ വിഷയങ്ങൾ അറിയത്തില്ലെങ്കിലും ആത്മാവിൽ എരിവുള്ള ഒരുവൻ അവിടെ വന്നു. അവൻ സ്തോത്രം, അവന് അപ്പല്ലോസ് എന്ന പേര്. അവൻ അവിടെ വന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ കയറി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അക്കിലാവും പ്രിസ്കില്ല ഇരിപ്പുണ്ട്. ഇവന്റെ പ്രസംഗവും ചടുലതയും വാഗ്വൈഭവവും ഇവന്റെ ആ തീക്ഷ്ണതയും ഒക്കെ കണ്ടപ്പോൾ അക്കിലാവിനും പ്രിസ്കില്ലയ്ക്ക് മനസ്സിലായി ഇവൻ കർത്താവിൽ പ്രയോജനപ്പെടും. അതുകൊണ്ട് അവനെ അവർ ചേർത്ത് നിർത്തി. എനിക്ക് ഒരു ദൂറ് പറയാ, ആരെങ്കിലും കർത്താവിൽ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ നിങ്ങൾ അവരെ ചേർത്ത് നിർത്തണം. അല്ല, IPC ആണോ, ചർച്ചക്കോടാണോ, അസംബ്ലീസ് കോഡാണോ, ഷാരോനാണോ, നെയ്യാലാണോ, പെനിയേലാണോ, ദീപന്തക്കോസ് ആണോ, യാക്കോബയാണോ, മാർത്തോമയാണോ, ഇവാഞ്ചലിക്കലാണോ, CSI, അതൊന്നും നോക്കരുത്. ഒരുവൻ കർത്താവിൽ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ അവൻ സ്തോത്രം സമയം കൊണ്ടും ശരീരം കൊണ്ടും പണം കൊണ്ടും സാഹചര്യം കൊണ്ടും അവനെ കർത്താവിൽ പ്രയോജനപ്പെടുത്തണം. ഇന്നൊന്നും അങ്ങനൊന്നുമില്ല. എല്ലാം ഈ തരം നോക്കി ആ പ്രയോജനപ്പെടുന്നത്. അത് കാരണം പ്രയോജനപ്പെടുന്നുമില്ല. ഒരുവൻ കർത്താവിൽ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ സംഘടന നോക്കരുത്, ബോർഡ് നോക്കരുത്, അവന് വേണ്ട ഒത്താശ കൊടുക്കണം. അക്കിലാവിനും പ്രിസ്കില്ലയ്ക്കും മനസ്സിലായി ഇവൻ കർത്താവിന് പ്രയോജനപ്പെടും. ആരാ? അപ്പല്ലോസ്. ഇവന്റെ എരിവും ചൂടുമൊക്കെ കണ്ടപ്പോൾ അവനെ ചേർത്ത് നിർത്തി ഉപദേശമെല്ലാം പഠിപ്പിച്ചവൻ മിടുമിടുക്കനായി. അപ്പല്ലോസ് പിന്നെ കൊരിന്തിലോട്ട് പോയി. ഓടിച്ചു പറയാം, പൗലോസ് വീണ്ടും എഫെസോസിൽ വന്നു. മൂന്നാമത്തെ യാത്ര. എഫെസോസിൽ വന്നപ്പോൾ കുറെ ശിഷ്യന്മാരെ കണ്ടു, വിശ്വാസികളെ കണ്ടെന്ന അർത്ഥം. അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാം വിശ്വാസത്തിലാണോ? എൻ്റെ ഭാഷയിലായി പറയുന്നേ, വിശ്വാസത്തിലാണോ? ഉടനെ അവർ പറഞ്ഞ്, കണ്ടാൽ അറിയാൻ മേലേ. അല്ല, ആന്നോ? പിന്നെ ഞങ്ങൾ AD മോസസിന്റെ കാലത്ത്, പിന്നെ സാറപ്പച്ചന്റെ കാലത്ത് ഞങ്ങൾ ഇറങ്ങിയതാ. കുക്ക് സാഹിബിനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അന്ന് ഇറങ്ങിയതാ. അന്ന് ഈ ദേശത്ത് ആരുമില്ലായിരുന്നു. ഞങ്ങളുടെ അപ്പച്ചനാണ് ആദ്യം. ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് വിശ്വാസികളാ അല്ലെ? വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അവർ പറയോ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്നാ തമ്പേറെടുത്തോന്നല്ല പറഞ്ഞേ. നമ്മളോട് അങ്ങനെ പറയാം, അന്നാ തമ്പേറും അടിക്കാനായ ഉള്ളൊരുത്തനെ കൂടെ വിളിക്കും, ഇന്ന് തന്നെ അഭിഷേകം പ്രാപിപ്പിച്ചിട്ട്. അങ്ങനല്ല. പൗലോസ് പറഞ്ഞ നിങ്ങളുടെ സ്നാനമേതായിരുന്നു? സ്നാനമേതാ? കുറഞ്ഞ പക്ഷം സ്നാനക്കടവിൽ വെച്ചെങ്കിലും ആമൻ ഈ 3 പദം കേൾക്കണമല്ലോ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. അതാ ശരിയായ സ്നാനം. രക്ഷിക്കപ്പെട്ട സകല ആൾക്കാർ സ്നാനപ്പെടണം. അതാണ് ശരിയായ സ്നാനം. തളിക്കുന്നതും കുടയുന്നതും മെഴുകിയെടുക്കുന്നതൊന്നും സ്നാനമല്ല. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്ക, ദൈവത്തോട് യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കുവാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. അത് യേശുനാമത്തിലുമല്ല മുങ്ങേണ്ടത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അതാ പൗലോസ് ചോദിച്ച സ്നാനമേടാ. കാരണം കുടഞ്ഞ പക്ഷം സ്നാനക്കടവിൽ വെച്ചെങ്കിലും കേൾക്കണ്ടേ പരിശുദ്ധാത്മാവെന്ന പദം. ഇവർ പറഞ്ഞു ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. എന്തിനേറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉപദേശമെല്ലാം പറഞ്ഞ് അവരൊന്നിച്ചു കൂടി അവരുടെ ശിരസിൽ കൈവച്ച് പൗലോസ് പ്രാർത്ഥിച്ചു. അവരെല്ലാം പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് എല്ലാവരും പ്രവചിച്ച് ഏകദേശം 12ഓളം പേര്. ഈ 12 പേരുമായിട്ടാണ് എഫെസോസ് സഭ തുടങ്ങിയത്. ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, സഭ തുടങ്ങാൻ അധികം ആളൊന്നും വേണ്ട. കുസ്തന്തീനോസിന്റെ കാലത്തെ പോലെ കൂട്ടം
കൂട്ടമാനസാന്തരവും കൂട്ട സ്നാനമൊന്നും വേണ്ട. അങ്കുലീപരിതമായ വെറും 12 പേര്. പക്ഷെ 12 പേരുടെ വിശേഷത എന്നാന്നറിയാമോ? 1, മാനസാന്തരപ്പെട്ടവരാ. 2, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 3, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശത്തോടും പ്രിയപ്പെട്ടവരോടും പറയാ, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ 1 രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, ക്രിയകൾ കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, മാമൂലുകളോടോ രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷിതാവ്. യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക ഒന്നും കൊടുക്കണ്ട. ഇന്ന് രാത്രി ഹൃദയം യേശുവിന് കൊടുക്ക്. നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിക്കണം. ചില ആൾക്കാർ പറയുന്നത് നിന്ന് പോയെന്ന. ഏതാ? പരിശുദ്ധാത്മാവല്ല, അന്യഭാഷ. തർക്കിക്കാനും ഉടക്കാനുമുള്ള സമയമല്ല. നിന്നിട്ടില്ല. നിങ്ങൾക്ക് നിന്നായിരിക്കും, നിന്നിട്ടില്ല. ഇത് ദൈവത്തോട് ചോദിക്കേ, ദൈവം തരും. ഇത് ആരുടെയും കുത്തകയല്ല. ഞങ്ങളുടെ ഒരു ഉപദേശിയിരിക്കുന്ന പുള്ളി യുക്തിക്ക് മറുപടി പറയുന്ന ആളാ. പുള്ളി ഇരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അഭിഷേകം പ്രാപിക്കാത്തെല്ലാം കൂടെ മുന്നോട്ട് വരാൻ. അപ്പൊ പുള്ളി ചോദിച്ചു, അതിനെ പുറകിരുന്ന കൊടുക്കാത്ത സാധനമാണോ എന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ആരുടെയും കുത്തകയല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്, ദൈവം നിന്റെ മേൽ പകരും. ദൈവത്തിന്റെ ദാനമാ. നമ്മുടെ പോരിന്റെ ആയുധം ജഡികമല്ല, കോട്ടകൾ ഇടിക്കുന്ന ദൈവശക്തിയാ. ഓടിച്ചവസാനിപ്പിക്കേണ്ട ദൈവത്തിന്റെ മകത്ത്. ഇത് ദൈവത്തിന്റെ ദാനമാ. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച 12 പേരുമായിട്ടാ എഫെസോസ് സഭ ആരംഭിച്ചത്. ദൈവത്തിന്റെ മകത്ത്. എഫെസോസ് പട്ടണത്തിന്റെ പ്രകൃതി വേദപുസ്തകം പഠിക്കുന്ന, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. മന്ത്രവാദികളുടെ ഈറ്റില്ലമായി പട്ടണം. യഹൂദന്മാര് വരെ ഇവിടെ മന്ത്രവാദികളാ. ആമൻ. പുരോഹിതന്മാരുടെ മക്കൾ വരെ മന്ത്രവാദികളാ. 1 മന്ത്രവാദികളുടെ ഈറ്റില്ലമായി പട്ടണം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാ, ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും, മന്ത്രവാദത്തിന്റെ കെടുതികളൊക്കെ നമ്മൾ കണ്ടതല്ലയോ? മനുഷ്യനെ വരെ കണ്ടിച്ച് മൃഗബലി നടത്തുക. ഇങ്ങനെയുള്ള മന്ത്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമായി എഫെസോസ് പട്ടണം. ആ പട്ടണത്തിൽ നിലനിൽക്കണമെങ്കിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, മന്ത്രവാദികളെ ഈറ്റില്ലമാണ് എഫെസോസ് പട്ടണം. അത് 1ഉം 2ഉം മന്ത്രവാദികളല്ല, നിരവധി മന്ത്രവാദികൾ. അതും ലൊട്ടിലൊടുക്ക് മന്ത്രവാദിയല്ല, ഗ്രന്ഥം വെച്ച് പഠിച്ച മന്ത്രവാദികളാ. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ അറിയാം. അങ്ങനെയുള്ള മന്ത്രവാദികൾ പുസ്തകം കത്തിച്ചപ്പോൾ 50,000 വെള്ളിക്കാശിന് വില വരുന്ന പുസ്തകം. അപ്പോൾ എഫെസോസിന്റെ കൊടപ്പടി 1 മന്ത്രവാദികളെ ഈറ്റില്ലം, 2 നിരവധി മന്ത്രവാദികള്, 3 ഗ്രന്ഥം വെച്ച് പഠിച്ച മന്ത്രവാദികള്, 4 പുരോഹിതന്മാരുടെ മക്കൾ തന്നെ മന്ത്രവാദികൾ. 5 അർത്തമീസ് എന്ന് പറയുന്ന ഒരു വ്യാപാര ശക്തി ദേശത്ത് കുടിയിരിക്കുക. ഇതിന്റെ നടുവിൽ നിൽക്കുന്നവരോടാ പൗലോസ് പറഞ്ഞത്, ഈ വിധത്തിൽ പോയാൽ ഒക്കത്തില്ല, ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. ഇന്ന് രാത്രി ദൈവമക്കളുടെ ഉറപ്പിനും ധൈര്യത്തിനും നിങ്ങൾക്കറിയാം. ഒന്നുകൂടെ പറയാ, ആഭിചാരമോ മന്ത്രവാദമോ ക്ഷുദ്രമോ തന്ത്രമോ ഏത് ആഭിചാര ക്രിയകളുള്ള സ്ഥലമാന്നേലും ദേശമാന്നേലും ഭവനമാന്നേലും വേർപെട്ട ദൈവമക്കൾ ഒന്നുകൂടെ പറഞ്ഞ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ അങ്ങനെയുള്ള ഇടങ്ങളിലോ സ്ഥലങ്ങളിലോ ഭവനങ്ങളിൽ ചെന്നാൽ ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാറയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. സകല കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാര ശക്തി. ഹല്ലേലൂയ. ഒരു ദോഷവും നിനക്ക് വരികയില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ബലപ്പെട്, ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെട്. ഞാൻ പറയാനുണ്ട്, ഈ ആഭിചാരവും മന്ത്രവാദവും ഉള്ള സ്ഥലത്തൊക്കെ ദൈവമക്കൾ അങ്ങോട്ട് ചെന്നിരുന്ന് മുഴങ്കാലം മടക്കി പാട്ടുപാടി ആത്മാവ് നിറഞ്ഞ സകല കെട്ടും പൊട്ടും. നമ്മുടെ ഒരു ദൈവദാസൻ, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. നമ്മുടെ ഒരു ദൈവദാസൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാ, കോട്ടയം ടൗണിൽ നിൽക്കുക KSRTC സ്റ്റാൻഡിൽ. അപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ കോഴിക്കോട്ടുകാരൻ ഒരു മുസ്ലിയാരെ പരിചയപ്പെട്ടു. ഇവർ തമ്മിൽ സംസാരിച്ചു. അപ്പൊ ഇദ്ദേഹം ഉപദേശിയാണെന്ന് പുള്ളിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. ഇദ്ദേഹം ആദ്യം പറഞ്ഞുമില്ല. ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, പേരെന്താ? അപ്പൊ പറഞ്ഞു, പേര് അബ്ദുള്ള.
എവിടെ പോകുന്നു? കാഞ്ഞിരപ്പള്ളിക്ക്. എന്നാ കാര്യം? അപ്പൊ പുള്ളി പറഞ്ഞു ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു, അതിന് പോവുക. ആട്ടെ, അപ്പൊ അതൊരു കാര്യത്തിന് പോവുക. അപ്പൊ ഇവര് സംസാരിച്ചപ്പോ ചോദിച്ചു, എന്തോ ശക്തിയെ കൊണ്ടാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജിന്നിനെ വിട്ടാ ഇത് ചെയ്യിപ്പിക്കുന്നെന്ന്. അപ്പൊ ഈ ഉപദേശി പുള്ളിയോട് ചോദിച്ചു, അത്രയ്ക്ക് ശക്തനാന്നോ ജിന്നെ? അപ്പൊ പറഞ്ഞു, അതിനെ വിട്ട് ഞങ്ങൾ അത് ജയിപ്പിക്കും, ഇത് ജയിപ്പിക്കും, അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി ചോദിച്ചു, കടമറ്റത്ത് കത്തനാരെങ്ങനുണ്ട്? ഉടനെ പുള്ളി പറഞ്ഞു, ജിന്നിന്റെ മുന്നിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു. വേറെ ഒന്ന് രണ്ട് പേര് ഒക്കെ ഞാൻ പൊതുവെ പറയാൻ പറഞ്ഞു, ഈ പുള്ളിയുടെ മുന്നിൽ അവരൊന്നുമില്ലെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ശക്തനാ, എന്തും ചെയ്യിപ്പിക്കും, അത്രയ്ക്ക് ശക്തിയാ. ഇതെല്ലാം പറഞ്ഞേച്ച അദ്ദേഹം ഒടുവിൽ പറഞ്ഞു, പിന്നെ പുള്ളി പറഞ്ഞ ഭാഷ അതുപോലെ പറയാം. പുള്ളി പറഞ്ഞ ഈ ബെന്തിക്കോസുകാരെന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. പുള്ളി പറഞ്ഞതാ, പുള്ളി പറഞ്ഞ ഭാഷയാ. കാതും കഴുത്തും പറിച്ച കുറെ പെണ്ണുങ്ങളും മീശ വടിച്ച കുറെ ആണുങ്ങളും യവന്മാരൊരു പൊട്ടിയ തമ്പേറുമായിട്ട് നടക്കും. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ യുവന്മാരങ്ങോട്ട് കയറി തമ്പേറടിച്ച് പാട്ട് പാടി ഏതാണ്ടെല്ലാം കലിബിലാന്നല്ല ഇതുങ്ങൾ കിടന്ന് പറയുക, അലക്കുകയും ചെയ്യും. എന്നാന്നറിയാമല്ലോ ചെയ്യുമ്പം ഞങ്ങൾ കെട്ടിയ സകല കെട്ടും പൊട്ടുവന്ന്. ഇങ്ങനല്ല പറഞ്ഞ, വേറെ ഭാഷ അതല്ല ഇപ്പൊ പറയാൻ ഒക്കത്തില്ല. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം. ഏത് ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും ഏത് ദോഷശക്തികളുള്ള സ്ഥലമാന്നേലും വീടാന്നേലും ദേശമാന്നേലും വേർപെട്ട ദൈവമക്കൾ, പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച ദൈവമക്കൾ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ, അന്യഭാഷ പറഞ്ഞ് നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ദൈവമക്കൾ, പരിശുദ്ധാത്മ നിറവിൽ ആരാധിക്കുന്ന ദൈവ പൈതൽ, അങ്ങനെയുള്ള ബന്ധനങ്ങളുള്ള ആഭിചാരമുള്ള മന്ത്രവാദമുള്ള ക്ഷുദ്രമുള്ള സ്ഥലത്ത് അങ്ങോട്ട് അധികം പേരൊന്നും വേണ്ടെന്ന്, ഒത്തിരി പേരൊന്നും വേണ്ട, കൃപയുള്ള അഭിഷേകമുള്ള ആമ 2-3 അങ്ങോട്ട് ചെന്ന്, എൻ്റെ ഭാഷ പറയാ, തമ്പേറുണ്ടേലും ഇല്ലെങ്കിലും അങ്ങോട്ട് ചെന്ന് മുഴങ്കാലം മടക്കി സ്തോത്രത്തിൽ ജാഗരിച്ച് ആമ 2 ശീലി പാട്ട് പൊക്കുകയൊന്ന് പാടി, നീ കൈ പൊക്കുകയൊന്ന് അടിച്ചങ്ങോട്ട് ബലപ്പെട്ട് പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിൽ നിയോഗത്തിൽ ആത്മാവ് നിറഞ്ഞ് നീ ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സകല കെട്ടും പൊട്ടുവെന്നാ ഇന്ന് രാത്രി പറഞ്ഞത്. ഒരു ശക്തി നിന്നെ തൊടത്തില്ല. നിന്റെ കുടുംബത്തെ കാർന്നു നിന്നുന്ന, നിന്റെ തലമുറയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന, ദേശത്ത് കുടുങ്ങിയിരിക്കുന്ന ആത്മാക്കളെ വിടുവാൻ തടസ്സമായി വ്യാപരിക്കുന്ന സകല അന്ധകാരത്തിന്റെ കോട്ടകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെട്, വിശ്വാസത്താൽ ഇന്ന് രാത്രി ബലപ്പെട്. അവൻ നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുവരുന്ന ഉയർച്ചകളെ പിടിച്ചടക്കും ഇന്ന് രാത്രി. ഒടുവിൽ കർത്താവിലും അമിതബലത്തിൽ ശക്തിപ്പെട്. ദേശത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, ദേശത്തിന്റെ അധിപതികളുടെ ശക്തികൾ മാറിപ്പോകട്ടെ. കുടുംബത്തെ വിടാതെ വണ്ണം, വ്യക്തികളെ വിടാതെ വണ്ണം സത്യദൈവത്തെ ഭജിക്കുവാൻ ആരാധിക്കുവാൻ തടസ്സമായി വെല്ലുവിളിക്കുന്ന സകല ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒടുവിൽ കർത്താവിലും അമിതബലത്തിൽ ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിപ്പീ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോട്, ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളോട്, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോട് ഇന്ന് രാത്രി വിശ്വാസത്താൽ നീ കൽപ്പിക്കുക. വിശ്വാസത്താൽ ഇന്ന് രാത്രി കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അടിയട്ടെ, രോഗാത്മാവ് അടിയട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ, തകർച്ചകൾ മാറിപ്പോകട്ടെ, മനോവേദനകൾ മാറട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്ക്. രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന ദൈവശക്തി, വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവശക്തി. ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തതുണ്ടോ. അതുകൊണ്ട് ഭൂമി മാറിപ്പോകും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം കൊണ്ട് കോപം കൊണ്ട് ഇരച്ചു കലങ്ങിയാലും അവൻ ഭയപ്പെടത്തിലൊരു നദിയുണ്ടതിന് തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം മധ്യയായി ഉണ്ട്, അത് കുലുങ്ങി പോകത്തില്ല. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ നീ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ഭവനത്തിൽ ഇന്ന് രാത്രി വിടുതലുണ്ടാകട്ടെ. ഈ ചുറ്റുപാടും പറക്കുന്ന ഭവനങ്ങൾക്ക് വിടുതലാകട്ടെ. ഈ ദേശത്ത് വിടുതലാകട്ടെ. ഈ ദേശം വിടുവിക്കപ്പെടട്ടെ. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. കേൾവിക്കാരെ ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ.
ഒടുവിൽ കർത്താവിലും അമിതബലത്തിൽ ശക്തിപ്പെട് ശക്തിപ്പെട് ശക്തിപ്പെട്. ആത്മശക്തിയാൽ ആത്മശക്തിയാൽ ആത്മാവിന്റെ ബലത്താൽ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിക്ക്. ഓ കൃപ 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 കൃപ. നിനക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. ദൈവം നമ്മുടെ സങ്കേതമാ ബലമാ. ഇന്ന് രാത്രി ബലപ്പെട്. ഓ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് പാടാ. ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ